ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാവുന്നുള്ള ഒരു അപ്രോച്ചിൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു സെക്കൻഡ് ഹാഫോട് കൂടി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 2 to 3 hours ഒരു സെഷനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇടയ്ക്ക് ബോറടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നമുക്ക് ഇനി ഒരു 2 സെഷനായിട്ട് നാളെയായിട്ടൂടെ നടത്തണമെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ആലോചിക്കാം. ഇത് എത്രയും വേഗം കൂടുതൽ ടോപ്പിക്ക് കവർ ചെയ്യാനാ നമ്മൾ നോക്കുന്നത്. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതും ഞാൻ തന്നെ ഇങ്ങനെ ഒരു മൊണോട്ടണസ് ആയിട്ട് സംസാരിക്കണമെന്നില്ല. നിങ്ങളും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമുക്കതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പം പറഞ്ഞ അത്രയും ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലെ? വോയിസിൽ നോയിസ് ഒന്നും ഇല്ലല്ലോ അല്ലെ? കേട്ടില്ല രാജി. സിലബസ് വൈസ് ആയിട്ടാണല്ലോ സാർ എടുക്കുന്നത്. ഞാൻ ആദ്യം കുറച്ച് കൺസെപ്റ്റുകൾ പറഞ്ഞിട്ട് സിലബസിനെ ബേസ് ചെയ്തിട്ട് എടുക്കാം. ആദ്യം ഒരു ചെറിയൊരു ഒരു 5-10 മിനിറ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞിട്ട് സിലബസിന്റെ അകത്തുള്ള ടോപ്പിക്ക് വെച്ച് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടെ മുമ്പേ കണ്ടിട്ട് എടുക്കാം. അപ്പൊ നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമുക്കിതൊരു കഥ പോലെ പഠിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. കാര്യം ഇതിനകത്ത് ഒത്തിരി ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേപ്പറൊന്നും അല്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്. അപ്പൊ അതിന്റെ ആ കൺസെപ്റ്റ് ഒക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരിക്കില്ല. നമ്മളെല്ലാവരും IT-യുടെ പല ആസ്പെക്റ്റുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈൽ ഫോണും എല്ലാവരും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില വാക്കുകൾ നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. അപ്പം അതിലേക്ക് വരുന്നതിനായിട്ട് ഞാൻ കഴിയുന്നത്ര നമ്മുടെ റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് എക്സാമ്പിൾ പറഞ്ഞ് പോകാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് എക്സാമിനാണല്ലോ അങ്ങനെ തന്നെ ഉപയോഗിക്കാം പല കാര്യങ്ങളും. അപ്പൊ നമ്മൾ ആദ്യം എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ജസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന്റെ ഒരു ഹിസ്റ്ററി ഒന്ന് ആലോചിച്ചാൽ വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അതായത് മറ്റ് നമ്മൾ ഒരുപാട് ലോ പഠിക്കുന്നുണ്ട്. ക്രൈംസും ക്രൈം പഠിക്കുന്നുണ്ട്, സിവിൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, എൻവയോൺമെന്റൽ ലോ ഉണ്ട്, ലാൻഡ് ലോ ഉണ്ട്, പ്രോപ്പർട്ടി ലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലതും പഠിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് പക്ഷെ കുറച്ചേറെ വർഷത്തെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു കാര്യമാണ് വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു കാര്യമായിട്ട് നമ്മളൊന്ന് ബന്ധിപ്പിക്കേണ്ട ഒരു കാര്യം. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററി തന്നെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം. അതായത് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് പരിചയപ്പെട്ടിട്ട് എത്ര കാലങ്ങളായി എന്ന്. നമ്മുടെ പലരുടെയും ചെറുപ്പത്തിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല. അതായത് നമുക്കിപ്പോൾ ഒരു 50 വയസ്സ് പ്രായമുള്ള ഒരാളുടെ കാര്യം എടുത്താൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു 20 വർഷം വരെ അവർ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു കാര്യം ഉപയോഗിക്കാതെയാണ് ജീവിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഇപ്പൊ ചാൾസ് ബാബേജിന്റെ കാലത്ത് 1830കളിൽ ആദ്യത്തെ ഒരു പ്രിലിമിനറി രൂപത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ വന്നതിന് ശേഷം മുമ്പോട്ട് വരുമ്പോൾ പിന്നെ പതിയെ ട്രാൻസിസ്റ്റർ കണ്ടുപിടിക്കുന്നു, IC ചിപ്പുകൾ 1960കളോടുകൂടി വരുന്നു. അത് കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ ഇന്റർനെറ്റ് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്, ഇന്റർനെറ്റ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കൂടുതലും മിലിറ്ററിയാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പോഴും വെബ്സൈറ്റുകളില്ല, ഇന്റർനെറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവണം. നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാലും WWW എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അതിലേക്കാണ് വരുന്നത്. അപ്പം ഒരു 1970 കൂടിയാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ അത് വ്യാപകമായില്ല, മിലിറ്ററിയുടെ കയ്യിലൊക്കെ ആയിരുന്നു. പക്ഷെ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ ആ സമയത്തേക്ക് തന്നെ വന്നു. മൈക്രോസോഫ്റ്റും ആപ്പിളും ഒക്കെ ആ സമയത്തേക്ക് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ പതിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അത് നെറ്റ്വർക്കുമായിട്ട് അങ്ങനെ കാര്യമായി ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അത് അവരവരുടെ വീട്ടിലോ ഓഫീസിലോ, അങ്ങനെ വീടുകളിലേക്ക് തന്നെ വ്യാപകമായില്ല, ഓഫീസുകളിൽ മാത്രം ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരുന്നു കമ്പ്യൂട്ടർ. അത് കഴിഞ്ഞ് 1989-90കളിലാണ് ശരിക്കും നമ്മൾ ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന വെബ്സൈറ്റുകൾ പോലെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പൊ അതിനായിട്ടൊരു HTTP എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റുകളിൽ കൂടി ഇൻഫർമേഷൻ കൈമാറാൻ പറ്റും എന്നുള്ളൊരു രീതിയിലേക്ക് വന്നത്. വളരെ സാവധാനം തുടങ്ങിയ ഒരു ഡെവലപ്മെന്റ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് 1980 അല്ലെ 90 കണക്കാക്കിയാൽ ഇപ്പൊ അത് കഴിഞ്ഞ് ഒരു 35 വർഷമായി. ഈ ഒരു 35 വർഷം കൊണ്ട് ഈ ഒരു ഫീൽഡിൽ ഒരു വളരെ ട്രമെൻഡസ് ആയിട്ടുള്ള ഒരു റെവല്യൂഷൻ തന്നെ നടന്നു എന്ന് പറയാം. അപ്പം അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറുകൾ പറ്റി പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പേപ്പറിന്റെ സബ്ജക്റ്റിന്റെ പേര് ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ്.
അപ്പോൾ ആ കമ്പ്യൂട്ടർ ടെക്നോളജി എന്നൊരു പേപ്പർ അല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഈ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണും അങ്ങനെയുള്ള പല ഡിവൈസുകൾ വഴി ഇൻഫർമേഷൻ നമ്മൾ വളരെ വേഗത്തിൽ കളക്ട് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു റെവല്യൂഷനാണ് ഉണ്ടായത്. അപ്പൊ നമുക്ക് ആദ്യകാല വെബ്സൈറ്റുകൾ വന്നു. വെബ്സൈറ്റുകൾക്ക് ശേഷം നമുക്ക് ആദ്യകാലത്തെ പല പല വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് നോക്കി അറിയാം. ആദ്യം നമ്മളൊക്കെ ഇന്റർനെറ്റ് കഫേയിലൊക്കെ പോകുമ്പോൾ ഇനീഷ്യലി അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ നെറ്റ് തന്നെ ഉണ്ടാവില്ല. കമ്പ്യൂട്ടർ ആയിരിക്കും, വേർഡോ പവർ പോയിന്റോ ഒക്കെ ആയിരിക്കും നമ്മൾ ആദ്യം ഉപയോഗിച്ച് പഠിച്ചത്. അല്ലെങ്കിൽ ഡോസ് ഒക്കെ ആയിരിക്കും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡോസ് ആയിരിക്കും, വിൻഡോസ് 95 98 ഒക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പൊ അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരുപക്ഷെ കുറച്ചൊരു ഗൃഹാതുരത്വത്തോടുകൂടി ആലോചിച്ചാൽ പിന്നീടാണ് നെറ്റ് വന്നു. നെറ്റിന് ആദ്യകാലത്ത് വളരെ സ്പീഡ് കുറവായിരുന്നു, ഡയലപ്പ് ആയിട്ടുള്ള മോഡോ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ADSL കണക്ഷൻ വന്നു, ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ വന്നു. നെറ്റിന്റെ എല്ലാം സ്പീഡ് കൂടാൻ തുടങ്ങി. മൊബൈൽ ഫോൺ ആദ്യം വന്നു. ആ സമയത്ത് നമുക്ക് സ്മാർട്ട് ഫോൺ ഇല്ല, നമുക്ക് അല്ലാതെയുള്ള ഫീച്ചർ ഫോണുകളായിരുന്നു. അത് കഴിഞ്ഞ് പതിയെ സ്മാർട്ട് ഫോൺ വന്നു, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായി, iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയി, മൊബൈൽ ആപ്പുകളായി. അപ്പോൾ അങ്ങനെ പണ്ടുള്ള ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് അല്ലാതെ മൊബൈൽ ആപ്ലിക്കേഷൻസും ആയി. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് കൂടി വന്നു അല്ലെ. ആദ്യകാലത്തെ യാഹൂ, അൾട്ടാവിസ്റ്റ പോലെയുള്ള സെർച്ച് എഞ്ചിനുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഗൂഗിളിന്റെ ഒരു മൊണോപ്പൊളി ആയി. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വന്ന് നിൽക്കുവാണ്. ചാറ്റ് GPTയും ഗൂഗിൾ ജെമിനി പോലെയുള്ള കാര്യങ്ങളിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ അത് അന്ന് ആലോചിച്ചാല് മനുഷ്യൻ ഒരു 2 ലക്ഷത്തോളം വർഷത്തായിട്ട് ഇപ്പൊ ഹോമോസാപ്പിയൻസിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിലെ അവസാനത്തെ ഒരു 35 വർഷത്തെ കാര്യങ്ങളാണ് നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ എടുക്കുന്നത്. അപ്പൊ ആ ഒരു 35 വർഷം കൊണ്ട് വന്ന ഒരു വലിയ ഒരു മാറ്റമുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടം കൊണ്ട് മാറി. അപ്പൊ ആ ഒരു മാറിയ പല കാര്യങ്ങളെ ബേസ് ചെയ്ത് നമുക്കൊരു നിയമം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വന്ന ഒരു നിയമമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. 2000-ലാണ് ഇത് വന്നത്. അപ്പൊ ഈ ആക്ട് വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 24 വർഷത്തോളം ആവുന്നു. അതിനു മുമ്പ് നമുക്ക് ഈ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ആക്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആക്ട് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് ആയിരുന്നു. 1885 വന്ന ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് ആയിരുന്നു. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി പോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്ത് നിന്ന് കുറച്ച് കൺസെപ്റ്റുകളിലേക്ക് കയറിയിട്ട് ഇതിന്റെ ലീഗൽ സൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പോ നമ്മൾ ആലോചിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വെബ്സൈറ്റുകൾ വന്നിരുന്നു. അപ്പൊ അതിന് മുൻപ് തന്നെ ഇന്റർനെറ്റ് ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്താണ് ഈ വെബ്സൈറ്റുകളും ഇന്റർനെറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇന്റർനെറ്റ് ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോണിൽ നമുക്ക് മൊബൈൽ ആപ്പുകൾ എടുക്കാം. അത് വെബ്സൈറ്റ് അല്ല അല്ലെ. വെബ്സൈറ്റ് നമ്മൾ സാധാരണ ആക്സസ് ചെയ്യുന്നത് ഒരു ബ്രൗസറിൽ കൂടെ ആയിരിക്കും. ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗൂഗിൾ ക്രോം ഒരു ബ്രൗസറാണ്, മോസില്ല ഫയർഫോക്സ് ഒരു ബ്രൗസറാണ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒരു ബ്രൗസറാണ്. സാധാരണ നമ്മൾ ബ്രൗസറിൽ കൂടെ ഒരു ഡൊമൈൻ നെയിം URL ടൈപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഓരോ വാക്കും ഷോർട്ട് ആൻസർ ആയിട്ട് വരാം. ഡൊമൈൻ നെയിം എന്താന്ന് ചോദിക്കാം, URL എന്താന്ന് ചോദിക്കാം, വെബ്സൈറ്റ് എന്താന്ന് ചോദിക്കാം, www അതെന്താന്ന് ചോദിക്കാം, HTTP എന്താന്ന് ചോദിക്കാം, SSL എന്താന്ന് ചോദിക്കാം. അങ്ങനെ കുറെ ഷോർട്ട് ആൻസറിന് ഇങ്ങനെ കുറെ കൺസെപ്ച്വൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമുക്കത് കഴിയുന്നത്ര പറഞ്ഞു പോവാം. അത് കഴിഞ്ഞ് നമുക്ക് ലീഗൽ സൈഡിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന നിങ്ങൾ ആദ്യ കാലത്തെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റുകളോടൊപ്പം തന്നെ നമ്മൾ ഈ ഡെസ്ക്ടോപ്പിലുള്ള ചില ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ പലർക്കും ഓർമ്മയുണ്ടാവുന്ന ഒരു കാര്യം യാഹൂ മെസ്സഞ്ചർ ആയിരുന്നു. യാഹൂ മെസ്സഞ്ചർ എന്ന് പറഞ്ഞ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ നമ്മൾ ചാറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ അത് വെബ്സൈറ്റ് അല്ല, ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള പല ഡെസ്ക്ടോപ്പിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് പോലെ. അതേപോലെ ബ്രൗസർ ബേസ്ഡ് ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതാണ് പലപ്പോഴും നമ്മൾ വെബ്സൈറ്റുകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഇന്റർനെറ്റ് അതിനു മുമ്പേ ഉണ്ടായിരുന്നു. അപ്പൊ അത് HTTP പ്രോട്ടോകോൾ അല്ലാതെയുള്ള ചില പ്രോട്ടോകോളുകൾ വഴി ഡേറ്റ കൈമാറ്റം ചെയ്യുമായിരുന്നു അന്നും. അതായത് FTP എന്ന് പറഞ്ഞൊരു പ്രോട്ടോകോൾ ഉണ്ട്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പം HTTP എന്ന് പറഞ്ഞ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇപ്പൊ അത് HTTP മാറി HTTPS ആയി. സെക്യൂർഡ് എന്നുള്ളതാണ് S കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുമായിരുന്നു. എന്നാലും നമുക്ക് കൂടുതൽ പരിചയം വെബ്സൈറ്റുകളാണ്. അപ്പൊ ഈ വെബ്സൈറ്റ് എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഈ വെബ്സൈറ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലായിരിക്കും ഇതിന്റെ ഫയൽ ഇരിക്കുക. അതായത് ആ ഫയൽ ഇരിക്കുന്നതിന് ഒരു ഹോസ്റ്റിംഗ് കമ്പ്യൂട്ടർ എന്നാണ് നമ്മൾ വിളിക്കുക.
അത് അമേരിക്കയിലാവാം, ഇംഗ്ലണ്ടിലാവാം, ഇന്ത്യയിലാവാം, എവിടെയെങ്കിലും ആയിരിക്കാം ഒരു വെബ്സൈറ്റിന്റെ ഫയൽ ഉണ്ടാവുക. ആ ഫയൽ ആ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മളുടെ കമ്പ്യൂട്ടർ ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ ആ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ബ്രൗസർ വഴി ഡൗൺലോഡായി നമ്മൾക്ക് കിട്ടുമ്പോഴാണ് ആ സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യുക. ഒരു ഉദാഹരണമായിട്ട് വിക്കിപീഡിയ എടുത്തു കഴിഞ്ഞാൽ വിക്കിപീഡിയയിലെ ആ വിക്കിപീഡിയ എന്നുള്ളത് ഒരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിന്റെ ഫയൽ ഇരിക്കുന്നത് എവിടെയോ ആയിരിക്കാം, അമേരിക്കയിലാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അമേരിക്കയിലാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലിരുന്ന് കേരളത്തിലിരുന്ന് wikipedia.org എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിക്കിപീഡിയയുടെ വെബ്സൈറ്റിലേക്ക് എത്തും. നമുക്ക് ഇവിടെ നിന്ന് അത് ആക്സസ് ചെയ്യാം. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ അതുപോലെയാണ് ഇതിലെ പല കാര്യങ്ങളും. അത് ഇന്ത്യയിൽ സെർവർ ഉള്ള വെബ്സൈറ്റുകൾ ഉണ്ടാവാം, പുറം നാടുകളിൽ സെർവർ ഉള്ളതുണ്ടാവാം. ഇന്ത്യയിൽ തന്നെ സെർവർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഒരു ലീഗൽ ആസ്പെക്ട് പറയുമ്പോൾ ഉള്ള ഒരു കോംപ്ലിക്കേഷനും. കാര്യം ഇതിന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ലോകത്ത് പല അതായത് ഒരു ഗ്ലോബ് മുഴുവൻ വ്യാപിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പൊ സാറ്റലൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്തതുകൊണ്ട് സ്പേസിലേക്ക് കൂടി ഇതിന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ആ ഒരു രീതിയിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആസ്പെക്ട് വെച്ച് നമുക്കൊന്ന് കണക്കാക്കി നോക്കാം. അപ്പം നമ്മൾ പഠിക്കുമ്പോഴും ഇതിന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ ആസ്പെക്ട് നമുക്ക് ചർച്ചയായിട്ട് വരുന്നുണ്ട്, ഈ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമുക്ക് പിന്നെ ആലോചിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ എന്തിനാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം വന്നത്? ഈ നിയമം ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? അപ്പം എല്ലാ നിയമവും കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ. പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം എനേബിൾ ചെയ്യാനോ കർട്ടൈൽ ചെയ്യാനോ ആയിരിക്കും പലപ്പോഴും ഒരു നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ആക്ട് കൊണ്ടുവന്നതിന്റെ പ്രൈമറി പർപ്പസ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഈ സൈബർ ക്രൈംസിനെ കൺട്രോൾ ചെയ്യാനാണ് എന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സൈബർ ക്രൈംസിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് ഇതിന്റെ ഒരു സൈഡ് എയിം മാത്രമാണ്. പ്രധാനമായും ഈ നിയമം കൊണ്ടുവന്നത് കൊമേഴ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ്. കൊമേഴ്സിനെ, അതായത് ഓൺലൈനായിട്ടുള്ള കൊമേഴ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് പ്രൈമർലി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്നത്. അതായത് ഈ 2000 വരെ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതെല്ലാം കടകളിൽ പോയിട്ടായിരുന്നു. പലപ്പോഴും നമ്മൾ അടുത്തുള്ള പലചരക്ക് കടയിലോ പച്ചക്കറി കടയിലോ ജുവലറിയിലോ ടെക്സ്റ്റൈൽ ഷോപ്പിലോ ഒക്കെ നേരിട്ട് പോയി വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്, വർഷങ്ങളായിട്ട് അങ്ങനെയായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് മാറി ഈ ഒരു 2000-നോടടുത്ത് ഇന്റർനെറ്റ് ഒക്കെ വ്യാപകമായതിനു ശേഷം നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം പല കരാറുകളും ഓൺലൈനായിട്ട് രേഖപ്പെടുത്താനും തുടങ്ങി. അതായത് ഒരു ഇമെയിൽ അയച്ച് ഒരു കരാർ രേഖപ്പെടുത്തും. അപ്പൊ നമ്മൾ കോൺട്രാക്റ്റിലോ കോൺട്രാക്ട് 1ഉം കോൺട്രാക്ട് 2ഉം പഠിച്ചു. അപ്പൊ നമ്മൾക്കറിയാം, ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി തയ്യാറാക്കി വിറ്റ്നസ് ഒപ്പിട്ട ഒരു സാധനം മാത്രമല്ല കോൺട്രാക്ട്. ഇപ്പൊ നമ്മളൊരു ബസ്സിൽ കയറി ഒരു ടിക്കറ്റ് എടുത്താൽ പോലും അതൊരു കോൺട്രാക്ട് ആണ്. നമുക്ക് ഇന്ന സ്ഥലം തൊട്ട് ഇന്ന സ്ഥലം വരെ പോകാൻ അവരുമായിട്ട് ഉണ്ടാക്കിയ ഒരു ധാരണയാണ് ഒരു ബസ് ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു സിനിമ ടിക്കറ്റ്. അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മളൊരു എഴുത്ത് വഴിയോ ഫോൺ കോൾ വഴിയോ ഒക്കെ പലപ്പോഴും നമുക്കൊരു കോൺട്രാക്ട് നമ്മളെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഓൺലൈൻ കാലഘട്ടം വന്നപ്പോൾ ഓൺലൈനായിട്ടും ആൾക്കാർ പല ആവശ്യങ്ങൾക്കായിട്ടും കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് ചിലപ്പോൾ ഒരു ഇമെയിൽ അയച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള ഒരു SMS, ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഒരു SMS വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വാട്സാപ്പ് മെസ്സേജ് വഴിയായിരിക്കാം. 2 പാർട്ടി എഗ്രി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ആവുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ലീഗൽ വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഓൺലൈനായിട്ടാണ് ഞാൻ ഇങ്ങനെ എഗ്രി ചെയ്തത്, റിയൽ ആയിട്ട് എഗ്രി ചെയ്തില്ല, വെർച്വൽ വേൾഡിൽ മാത്രമേ എഗ്രി ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന് റിയൽ വേൾഡിൽ ആപ്ലിക്കേഷൻ ഉണ്ടോ ഇല്ലയോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തർക്കം വരുമ്പം അതിനെപ്പറ്റി ഒരു തർക്കം വരുമ്പോൾ പരിഹരിക്കാനാണല്ലോ ഒരു നിയമം വേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള ഒരു ആക്ട് നിലവിൽ വരുന്നത്, 2000 നിലവിൽ വരുന്നത്. അപ്പൊ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. 1996 UN സിട്രാൽ എന്നുള്ള ആ ഏജൻസിയുടെ ആ കൺവെൻഷന്റെ ഭാഗമായിട്ട് വിപ്പോ അങ്ങനെയുള്ള പല കാര്യങ്ങളുടെ കണക്ഷൻ വന്ന് ഇങ്ങനെ ഒരു നിയമം എല്ലാ രാജ്യങ്ങളിലും വേണം എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ത്യയിൽ ഈ IT ആക്ട് 2000 പാസ്സായി മാറുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ ആക്ട് വന്നതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കൊരു 2 or 3 കാര്യങ്ങൾ ഈ ആക്ടിന്റെ ഒരു പർപ്പസ് ആയിട്ട് നമുക്ക് പഠിക്കാം.
അപ്പൊ അതിൽ നിന്നാണ് ഈ ആക്ട്. എന്നാൽ നമുക്ക് അതാണ് ഇതിന്റെ മൊത്തത്തിൽ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ആക്ട് എന്തിനാണ്? ഈ ആക്ട് ഫസ്റ്റ് നമ്മൾ ഈ ആക്ട് വരുന്നത് ഇ കൊമേഴ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൺലൈനായിട്ടുള്ള ബിസിനസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നത്. അത് ഒരു കാര്യം. രണ്ട്, നമുക്ക് ഓൺലൈൻ കോൺട്രാക്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്. ഓൺലൈനായിട്ടുള്ള കോൺട്രാക്ട് ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു നിയമം വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത് ഈ നിയമത്തിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് അതാണ്, ഓൺലൈൻ കോൺട്രാക്ട്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഈ കോൺട്രാക്ട്സ്. മൂന്ന്, ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞാലും അവിടെ ഒരു ഒപ്പിടണ്ടേ? ആരെങ്കിലും ഒരാൾ സൈൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ സൈൻ എങ്ങനെ ഇടും? അപ്പൊ ആ സൈൻ ഇടുന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പൊ സൈൻ ഇടണമെങ്കിൽ അവിടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം. അപ്പൊ ആ ഡിജിറ്റൽ സിഗ്നേച്ചർ വാലിഡ് ആണോ വാലിഡ് അല്ലയോ? അപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചറിന് ഒരു വാലിഡിറ്റി കൊടുക്കാൻ, ഓൺലൈൻ കോൺട്രാക്റ്റുകൾക്ക് വാലിഡിറ്റി കൊടുക്കാൻ, അപ്പൊ അങ്ങനെയുള്ള കാര്യമാണ് മൂന്നാമത്. അതായത് അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ ഓൺലൈൻ ബിസിനസ്സുകളെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, അതേപോലെ ഈ കോൺട്രാക്റ്റുകളെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, ഡിജിറ്റൽ സിഗ്നേച്ചറിന് ഒരു ലീഗൽ റെക്കഗ്നീഷൻ കൊണ്ടുവരാൻ. ഇത് മൂന്നുമാണ് ആദ്യത്തെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെയാണ് നമ്മൾ ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാര് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇടപെടുന്ന ആ ഒരു സാഹചര്യം മാറി ആൾക്കാർ വെർച്വൽ ആയിട്ടുള്ള ഈ ഓൺലൈൻ ലോകത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ തുടങ്ങിയപ്പോൾ ആ തരത്തിലുള്ള തർക്കങ്ങളും ഉണ്ടായി. അപ്പം ബിസിനസ് കോൺട്രാക്റ്റുകൾ പലപ്പോഴും ഓൺലൈനായിട്ട് കരാർ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷെ അത് ഒരു പാർട്ടി ചിലപ്പോൾ അത് പാലിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ ചിലപ്പോൾ ചില തർക്കങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ തന്നെ മറ്റു തരത്തിലുള്ള ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ, സിവിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. സിവിൽ ബിസിനസ് തമ്മിലുള്ള ചില സിവിൽ ആയിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവാം, സിവിൽ റോങ്സ് ഉണ്ടാവാം. അപ്പൊ അതിനെയാണല്ലോ സിവിൽ റോങ്ങുകളെയാണല്ലോ ടോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ടോർട്ടുകൾ ഉണ്ടാവാം. ടോർട്ടുകൾ മാത്രമല്ല, ക്രൈമുകളും ഉണ്ടാവാൻ തുടങ്ങി. ഈ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളെ ബന്ധിപ്പിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട പല ക്രൈമുകളും ഉണ്ടാവാൻ തുടങ്ങി. ക്രിമിനൽ റോങ്ങുകളും സംഭവിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ളതിനെയും കർട്ടെയിൽ ചെയ്യാനുള്ള അല്ലെ പീനലൈസ് ചെയ്യാനുള്ള, പണിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻസും ഈ IT ആക്ടിലുണ്ട്. അപ്പൊ IT ആക്ടിൽ ഒരേ സമയം സിവിൽ റോങ്ങുകൾക്കുള്ള ഡാമേജസ്, സിവിൽ റോങ് വരുവാണെങ്കിൽ ഡാമേജസ് ആണല്ലോ ഉള്ളത്, കോമ്പൻസേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ക്ലോസുകളും ഉണ്ട്. അതേപോലെ ക്രിമിനൽ ആയിട്ടുള്ള അതായത് ക്രൈംസ് സംഭവിച്ചു കഴിഞ്ഞാൽ, ക്രിമിനൽ റോങ്സ് സംഭവിച്ച അതിനുള്ള പണിഷ്മെന്റ് അല്ലെങ്കിൽ പെനാൽറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 5 കാര്യമായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് തിരിക്കാം: ബിസിനസ് ഫെസിലിറ്റേഷൻ, കോൺട്രാക്ട്, സിഗ്നേച്ചർ, സിവിൽ റോങ്, ക്രിമിനൽ റോങ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ റെമഡീസ് എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഇതിന്റെ ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ആസ്പെക്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വാസ്തവത്തിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? സ്പീഡ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ, കുഴപ്പമില്ല അല്ലെ? അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഈ ഒരു ഫ്രെയിം വർക്ക് പറഞ്ഞില്ലേ, അപ്പൊ ആ ഫ്രെയിം വർക്ക് ഏകദേശം ഒന്ന് ഐഡിയ കിട്ടിയാൽ ഞാൻ ആദ്യത്തെ കുറച്ച് ഭാഗത്തേക്ക് പോവാതെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ബിസിനസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ആമസോൺ ഇന്ത്യയിലുണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, അങ്ങനെയുള്ള പല ബിസിനസ്സുകളുണ്ട് ഓൺലൈനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ എന്റെ ഒരു വെബ്സൈറ്റ് clearias.com എന്നുള്ള വെബ്സൈറ്റ് തന്നെ ഞങ്ങൾ ഓൺലൈനാണ് ആദ്യം തുടങ്ങിയത്. അപ്പൊ ഓൺലൈനായിട്ട് ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് വന്നത്. അപ്പൊ കോവിഡ് സമയത്തൊക്കെ നിങ്ങൾക്ക് ആലോചിക്കുക, ഇപ്പൊ ഈ ഓൺലൈനിന്റെ ഒരു കൂടിയ അഡോപ്ഷൻ നമുക്ക് വന്നത് കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ട് ആൾക്കാർ വീട്ടിൽ ഇരുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ തുടങ്ങി, വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി, വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം വന്നപ്പം ഈ ഒരു രീതിയിലുള്ള ഓൺലൈനായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം എന്നുള്ള ഒരു ആസ്പെക്ട് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന് ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇപ്പൊ ആമസോണോ ഫ്ലിപ്കാർട്ടോ പോലെയുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്. അതൊരു മാർക്കറ്റ് പ്ലേസ് മോഡലിൽ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. അതേപോലെ ഗവൺമെന്റ് പോലും പല കാര്യങ്ങളും ഓൺലൈനായിട്ട് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഒരു ആസ്പെക്റ്റും ശരിക്കും ഇൻഫർമേഷൻ ടെക്നോളജിയിലുണ്ട്. ഗവൺമെന്റിന്റെ പല ഇ കൊമേഴ്സ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇ ഗവേണൻസ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇൻകം ടാക്സിന്റെ ഫയലിംഗ് നമ്മൾ ഓൺലൈനായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ GST ഫയലിംഗ് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ ഗവൺമെന്റ് ഓഫീസുകൾ പലതും ഇപ്പൊ ഓൺലൈൻ ആയി മാറി. പഴയ പോലെയുള്ള പേപ്പർ ഫയലുകൾ അങ്ങനെയുള്ളതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം ഒന്നുകിൽ മൊബൈൽ ആപ്പ് വഴി അല്ലെ വെബ്സൈറ്റ് വഴിയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഈ ഇൻഫർമേഷൻ ടെക്നോളജി വന്ന് അത് അനുവദിച്ചു കൊടുക്കണം, ഇത് ലീഗൽ ആണെന്ന് പറയണം.
അപ്പൊ ലീഗൽ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ IT ആക്ട് വന്നതോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഗവേണൻസ് വഴി വരുന്ന ഇലക്ട്രോണിക് അങ്ങനെ ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾ ലീഗൽ ആണെന്നും വാലിഡ് ആണെന്നും ഈ ആക്ട് പറയാൻ തുടങ്ങി. ഈ കൊമേഴ്സിന്റെ ആക്ടിവിറ്റികൾ വാലിഡ് ആണെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസ് ആണെന്നും അല്ലാതെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് സിവിൽ റോങ് ആണെന്നും ഈ ആക്ട് ആണ് പറഞ്ഞു വെച്ചത്. അപ്പൊ നമുക്ക് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് വാക്കുകളിൽ കൂടെ നമുക്കൊന്ന് പോവാം. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ആസ്പെക്ട് ഒന്ന് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വാക്കുകൾ, അതായത് ഈ പ്രധാനമായിട്ട് ക്രിമിനൽ ആസ്പെക്റ്റില് എന്തൊക്കെയാണ് സൈബർ ക്രൈംസ് ഒരു SIക്ക് സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൈബർ ക്രൈംസിൽ നിന്ന് തുടങ്ങാം. പലതരത്തിലുള്ള സൈബർ ക്രൈമുകളുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഹാക്കിംഗ്, എല്ലാവർക്കും അറിയാം ഹാക്കിംഗ് എന്നുള്ള ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? പക്ഷെ ഹാക്കിംഗ് അല്ലാതെ എന്തെല്ലാം തരം ക്രൈംസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ക്രൈംസിനെ പറ്റി നമുക്കൊന്ന് നോക്കിയിട്ട് അത് ആദ്യത്തെ ഒരു essay ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം ഹാക്കിംഗ് എന്നുള്ള വാക്ക് കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഹാക്കിംഗ് എന്നുള്ള വാക്ക് നമുക്ക് സെക്ഷൻസ് ഒക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പം സെക്ഷൻസിലേക്ക് പോകുന്നില്ല, കൺസെപ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം ഈ ഹാക്കിംഗ് എന്നുള്ള വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരാൾ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിലേക്ക് അയാളുടെ അനുവാദമില്ലാതെ കയറുന്ന കാര്യത്തെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ഈ സൈബർ ക്രൈം നമുക്ക് ബേസിക്കലി വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചാൽ, നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൈബർ ലോയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സിവിൽ ആയിട്ടുള്ള റോങ്ങുകളുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിന്റെ റെമഡി എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ആണ്, അറിയാമല്ലോ, ഡാമേജസ് ആണ്. ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിന്റെ റെമഡി എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ആണ്. അപ്പൊ ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ തൽക്കാലം സിവിൽ അവിടെ നിൽക്കട്ടെ, നമ്മൾ ആദ്യം ക്രിമിനലിലേക്ക് പോവാണ്. അപ്പൊ ഈ സൈബർ ക്രൈംസ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സൈബർ ക്രൈം എന്ന് ആലോചിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സൈബർ ക്രൈംസിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഈ കമ്പ്യൂട്ടർ ഒരു വെപ്പണായി ഉപയോഗിക്കുക എന്നുള്ള ഒരു കാര്യം വെച്ചിട്ട്, അതായത് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഒരു ആയുധമാക്കി ഉപയോഗിച്ച് മറ്റാൾക്കാർക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത് സൈബർ ക്രൈമാണ്. രണ്ടാമത്തത്, ഈ കമ്പ്യൂട്ടറിന് തന്നെ ടാർഗറ്റായി വരുന്നതും സൈബർ ക്രൈമാണ്. ഈ രണ്ട് വശങ്ങൾ ഒന്ന് മനസ്സിൽ പതിക്കണം. അതായത് സൈബർ ക്രൈംസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാവാം. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വേറെ ഒരു കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കോ സിസ്റ്റംസോ അങ്ങനെയുള്ളതിനെ ടാർഗറ്റ് ചെയ്യാം. ഒന്ന് വെച്ച് മറ്റൊന്നിനെ ടാർഗറ്റ് ചെയ്യുന്നതും സൈബർ ക്രൈമാണ്. അതല്ല, ഒരു കമ്പ്യൂട്ടർ തന്നെ അതിന് വിധേയമായി പോയാലും അതും സൈബർ ക്രൈമാണ്. ഈ രണ്ട് രീതിയിലാണ് ആലോചിക്കുന്നത്. അപ്പൊ ചില സൈബർ ക്രൈം അങ്ങനെ ആയിരിക്കും. പിന്നെ ഇത് കൂടാതെ ഒരു മൂന്നാമതൊരു കാറ്റഗറിയും കൂടെ ഉണ്ട്. അതായത് ആ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന മറ്റ് ക്രൈമുകൾ. അതായത് ഫിസിക്കലായിട്ടുള്ള ക്രൈമുകൾക്ക് ഒരു മീഡിയമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ അതും സൈബർ ക്രൈമിന്റെ പരിധി വരും. അപ്പൊ ഈ ഓരോ കാറ്റഗറി എന്താണെന്ന് നമുക്കൊന്ന് എക്സാമ്പിൾ വെച്ചൊന്ന് നോക്കാം. അപ്പം ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കുറച്ച് ഒരു ഇൻഫ്രാസ്ട്രക്ചർ വൈസ് വളരെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാവുന്ന കാര്യങ്ങളാണ് ഇപ്പം DRDO, ISRO പോലെയുള്ള സ്ഥാപനങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് പുറത്തുള്ള ഒരു രാജ്യത്തു നിന്ന്, സപ്പോസ് പാകിസ്ഥാനാണെന്ന് വിചാരിക്കുക, പാകിസ്ഥാനിൽ നിന്ന് ഒരു അറ്റാക്ക് വരുവാണെങ്കിൽ അപ്പം അത് നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്താൽ, അത് ഓൺലൈനായിട്ട് മാത്രമാവണമെന്നില്ല, ഏതെങ്കിലും തരത്തിൽ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്താൽ അപ്പോൾ അവിടെ ടാർഗറ്റ് ആണ് ആ കമ്പ്യൂട്ടർ ടാർഗറ്റ് ആണ്, അതൊരു സൈബർ ക്രൈമാണ്. ഇനി ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അല്ല ഈ കമ്പ്യൂട്ടറിലേക്ക് ഈ കമ്പ്യൂട്ടർ ഒരു മീൻസ് ആയിട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ക്രൈമുകളും സൈബർ ക്രൈമാണ്. ഇത് ടാർഗറ്റ് ആവണമെന്നില്ല, അത് ഉപയോഗിക്കപ്പെടുകയാണ് ഒരു ക്രൈം ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്താലും, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വ്യക്തിയെ പറ്റി ഈ ഇന്റർനെറ്റിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും വളരെ മോശമായിട്ടുള്ള കാര്യം എഴുതി പബ്ലിഷ് ചെയ്ത് വെക്കുക, ഒരു ഡീഫമേഷൻ ആണ്. അപ്പൊ കമ്പ്യൂട്ടർ നമ്മൾ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്.
അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുകയാണ്. ടാർഗറ്റ് അല്ല, കമ്പ്യൂട്ടറാണ് നമ്മുടെ ആയുധം. കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ആ കാര്യം ചെയ്തത്. അതും ഒരു സൈബർ ക്രൈമാണ്. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ചില ക്രൈംസ് ചെയ്യാം. ഇപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മളിപ്പം ഒരു മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഡ്രഗ്സ് എന്തെങ്കിലും വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ അത് ഡ്രഗ്സ് വാങ്ങിക്കാനുള്ള പേയ്മെന്റ് കൊടുത്തത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ്, അല്ലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ആ പേയ്മെന്റ് ചെയ്തത്. പക്ഷെ ആക്ച്വൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം നമ്മൾ വാങ്ങിക്കുകയാണ്. അപ്പൊ അത് NDPS ആക്ടിന്റെ പരിധി വരുന്ന ഒരു സാധനമാണ് ഡ്രഗ്സ് ഒക്കെ, നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കാര്യവും കമ്പ്യൂട്ടർ ഉപയോഗിച്ചതുകൊണ്ട് അതിനകത്ത് അതും സൈബർ ക്രൈമിന്റെ പരിധി വരും. അല്ലെങ്കിൽ ഒരു മണി ലോണ്ടറിങ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്ത മണി ലോണ്ടറിങ് എന്നുള്ളത് വേറൊരു ക്രൈമാണ്. പക്ഷെ അത് ചെയ്യാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ അതും IT ആക്ടിന്റെ പരിധിയിൽ വരും. അപ്പൊ ഇത് പല ആക്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ IT ആക്ട് വർക്ക് ചെയ്യുന്നത്. IT ആക്ട് 2000 ആണ് IT ആക്ടിന്റെ നമ്മൾ വന്ന വർഷം. പക്ഷെ ഇത് IPC ആയിട്ടും CRPC ആയിട്ടും എവിഡൻസ് ആക്ടുമായിട്ടും RBI ആക്ടുമായിട്ടും കണക്ട് ചെയ്തിട്ടാണ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ NDPS ആക്ട് പോലെയുള്ള ആക്ടുകളോടും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ IT ആക്ട് വന്നതോടുകൂടി തന്നെ എവിഡൻസ് ആക്ടും IPCയും RBI ആക്ടും CRPCയുടെയും ചില സെക്ഷനുകൾ അമെൻഡ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഈ ആക്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് വരെ ഈ ഡിജിറ്റൽ എവിഡൻസ് ഒന്നും ഒരു എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നില്ലായിരുന്നില്ല. പക്ഷെ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് എവിഡൻസിനെയും ഒരു എവിഡൻസ് ആക്കി ഉപയോഗിക്കാം എന്നുള്ള തരത്തിലുള്ള അമെൻമെന്റ്സ് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ആക്ടുകളിലും IT ആക്ട് വന്നതോടുകൂടി ആ ആക്ടിലും ഇതിന്റെ അമെൻമെന്റ്സ് ഇത് വന്നതോടുകൂടി വന്നു. പിന്നെ ഈ IT ആക്ടിനെ പറ്റി മാത്രം പറഞ്ഞാൽ ഈ IT ആക്ട് 2000 വന്നെങ്കിലും 2008 ഇതിന് ചില മേജർ ആയിട്ടുള്ള കുറച്ച് അമെൻമെന്റ്സ് വന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഫേമസ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ചില കേസുകളുണ്ട്. ചില സെക്ഷൻസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 2023 ഒരു വേറൊരു അമെൻമെന്റ് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ എന്ന് പറഞ്ഞ ഒരു ബില്ല് റീസെന്റ് വന്ന അത് ആക്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഒരു IT അത്യാവശ്യം നന്നായി അറിയാവുന്ന ഒരാൾക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. എസ്സേ ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, പ്രോബ്ലവും മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഷോർട്ട് ആൻസറിൽ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കയറി ചോദിക്കാറുണ്ട്. അത് സിലബസിലും മെൻഷൻഡ് അല്ല, സിലബസിൽ അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ ബുക്കുകളിൽ എന്തായാലും അത് ഉണ്ടാവില്ല. അപ്പൊ അത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള വാക്കുകളും കയറി വരാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പം ജയിക്കാനുള്ള മാർക്ക് ചിലപ്പോൾ അല്ലാതെയും കിട്ടുമായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ അത്ര ഈസി അല്ലാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ളൊരു വാക്കൊക്കെ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ചിലപ്പം ഒരു പക്ഷേ നമ്മൾ സാധാരണ ടെക്സ്റ്റിൽ കവർ ചെയ്ത് പോകുന്ന കാര്യങ്ങളായിരിക്കില്ല. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയണമെങ്കിൽ അല്ലെങ്കിൽ അസിമെട്രിക് ക്രിപ്റ്റോഗ്രാഫി എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അത്ര എളുപ്പമല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും ക്വസ്റ്റിനകത്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ കൺസെപ്റ്റുകൾ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് നമുക്ക് കുറച്ച് കൺസെപ്റ്റുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഈ സെഷൻ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടോ? ഞാൻ തന്നെ കുറെ നേരം സംസാരിക്കാൻ തോന്നുന്നു. എന്തെങ്കിലും അങ്ങനെ റിക്വയർമെന്റ്സ് ഉണ്ടോ? ഇല്ല ഇങ്ങനെ തന്നെ തുടരട്ടെ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട് സാറ് നന്നായിട്ട് ചെയ്യുന്നു. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് സൈബർ ക്രൈംസ് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. ഈ എസ് ഇത് പഠിച്ച ഒന്നെങ്കിൽ എസ്സേ അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് ആൻസർ എങ്കിലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് സൈബർ ക്രൈമുകളെ പറ്റി ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും അത് പ്രയോജനപ്പെടും. ഒരു 10-25 സൈബർ ക്രൈമുകളുണ്ട്, അത് കൂടുതലുണ്ട്. എന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ഒന്ന് നോക്കി പോവാം. അപ്പൊ അതില് സെക്ഷൻസ് നമുക്ക് പുറകെ നോക്കാം. പറ്റുവാണെങ്കിൽ ഓർമ്മയുള്ള സെക്ഷൻസ് ഞാൻ കൂടത്തി പറയാം. എന്നാലും ബേസിക്കലി കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഒരു ക്രൈം എന്ന് പറയുന്നത് ചൈൽഡ് പോണോഗ്രഫിയാണ്. അപ്പം ഇന്ത്യയിൽ ശരിക്കും പോണോഗ്രഫി ഇല്ലീഗൽ അല്ല, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. പോണോഗ്രഫി എന്നുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ഇല്ലീഗൽ അല്ല. പക്ഷെ ചൈൽഡ് പോണോഗ്രഫി ക്രൈമാണ്, അത് ഇല്ലീഗലാണ്.
അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം, അതായത് കുട്ടികളുടെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഇമേജുകളോ വീഡിയോയോ ഡൗൺലോഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ അങ്ങനെ എന്ത് ചെയ്താലും അതൊരു പണിഷ്മെന്റ് ആണ്. അപ്പൊ ആദ്യത്തെ ഒരു സൈബർ ക്രൈമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾ അങ്ങനെ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് റിലേറ്റ് ചെയ്ത് ആലോചിച്ചാൽ മതി. ചൈൽഡ് പോർണോഗ്രഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൈൽഡ് സെക്ഷുവലി അബ്യൂസീവ് മെറ്റീരിയൽ. അപ്പൊ ചിലപ്പം CSAM എന്നായിരിക്കും എക്സാമിന് ചിലപ്പോൾ ചോദിക്കുക. CSAM എന്ന് ഷോർട്ട് ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ചൈൽഡ് സെക്ഷുവലി അബ്യൂസീവ് മെറ്റീരിയൽ. അങ്ങനെ ഉള്ള കാര്യം ഒരു സൈബർ ക്രൈം ആണ്. അപ്പൊ ഈ ഒബ്സീൻ ആയിട്ടുള്ള കാര്യങ്ങൾ, പോർണോഗ്രഫി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെക്ഷൻ 67 അകത്താണ് വരുന്നത്. അപ്പം ചൈൽഡ് പോർണോഗ്രഫി ഒക്കെ സെക്ഷൻ 67B ബന്ധപ്പെട്ടാണ് വരുന്നത്. സെക്ഷൻസ് എന്തായാലും ഇപ്പോൾ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആദ്യത്തെ സൈബർ ക്രൈം നമ്മൾ മനസ്സിലാക്കി, അതാണ് ചൈൽഡ് പോർണോഗ്രഫി. ഈ രണ്ടാമത്തെ സൈബർ ക്രൈം എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ സൈബർ ക്രൈം ആണ് സൈബർ ബുള്ളിങ്. സൈബർ ബുള്ളിങ്. അപ്പം ബുള്ളിങ് എന്താണെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പം ബുള്ളിങ് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ സൈബറുമായിട്ട് കണക്ട് ചെയ്താൽ മതി. നിങ്ങളിപ്പം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ, ചില സീനിയേഴ്സ് ഉണ്ട്, നിങ്ങളെ ബുള്ളി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, റാഗിങ്ങിന്റെ ഒരു വകഭേദം പോലെ. പക്ഷെ നമ്മളെ അവര് ഒരു കുറച്ചൊക്കെ ഒരു ഇന്റിമിഡേറ്റ് ചെയ്യാൻ നോക്കുക, എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കാൻ നോക്കുക, ഹരാസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള ഒരു കമന്റ് അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ ഹർട്ട് ചെയ്യാനായിട്ട് പറ്റിയുള്ള റൂമറുകൾ പരത്തുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുക. അപ്പൊ അത് എല്ലാം ഒരു ഇന്റിമിഡേഷന്റെ ഒരു അംശമുള്ള രീതിയിലുള്ള കാര്യങ്ങളാവുമ്പോൾ, ഒരു ഹരാസ്മെന്റോ ഇന്റിമിഡേഷനോ ഓൺലൈനായിട്ട് ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ അതാണ് സൈബർ ബുള്ളിങ്. അപ്പം ഇതിന്റെയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ ഇപ്പം ഓൺലൈൻ ഉപയോഗിക്കാൻ തുടങ്ങി കുറെ കാലമായി. ഇതിൽ ഏതെങ്കിലും ഒരു സൈബർ ക്രൈമിന്റെ ചെറിയ വശങ്ങളെങ്കിലും ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നെറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ നമ്മളെ ബുള്ളി ചെയ്യുന്ന പോലത്തെ കമന്റുകൾ വരാം, ഹരാസ് ചെയ്യുന്ന പോലെ വരിക. എല്ലാം ഓരോ തരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ സൈബർ തട്ടിപ്പുകൾ, ഫിഷിങ്, ഹാക്കിംഗ് ഒക്കെ അതിന്റെ പല വശങ്ങൾ നമ്മൾ ആരെങ്കിലും ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. ഏതായാലും ഇപ്പൊ രണ്ടാമത്തെ ക്രൈമാണ് ഞാൻ പറഞ്ഞത്, സൈബർ ബുള്ളിങ്. അപ്പൊ അതും ചിലപ്പോൾ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. എസ് ആയിട്ട് ഒന്നിച്ച് ചോദിച്ചാൽ എല്ലാം കൂടെ ചേർത്ത് എഴുതുക. ഇനി ഷോർട്ട് ആൻസർ ആയിട്ടാണെങ്കിൽ ഏതെങ്കിലും 1-2 ആയിരിക്കും ചോദിക്കുക. അപ്പം സൈബർ ബുള്ളിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ സൈബർ ക്രൈം ആണ് സൈബർ സ്റ്റോക്കിംഗ്. സൈബർ സ്റ്റോക്കിംഗ്, STALKING, സൈബർ സ്റ്റോക്കിംഗ്. സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ സ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റിയൽ ലൈഫിൽ ആലോചിക്കുക, എന്നിട്ട് നമ്മൾ സൈബറോട് കണക്ട് ചെയ്യുക. റിയൽ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളെ തുറച്ചു നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഒരാളെ തുടർച്ചയായിട്ട് ഒരാൾ പിന്തുടരുകയാണ്. ഒരാൾ ഇപ്പൊ ഒരു പെൺകുട്ടി റോഡിൽ കൂടെ നടന്നു പോവാണ്, ഒരാൾ കുറച്ചു നേരം തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു, പിന്നെ ആ പോകുന്ന വഴിയിലെല്ലാം ഒരാൾ തുടർച്ചയായിട്ട് പിന്തുടരുന്നു, അവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ എന്താ ചെയ്യുന്നതെന്നെല്ലാം നോക്കുന്നു. അപ്പൊ അതിനെപ്പറ്റി അല്ലെങ്കിൽ മറ്റു ആൾക്കാരോട് പറഞ്ഞു നടക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു പ്രൈവറ്റ് ലൈഫ് ഒരാൾ കോൺസ്റ്റന്റ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അത് നമ്മൾ വെർച്വൽ ആയിട്ടുള്ള വേൾഡിലാണെങ്കിലും അത് തന്നെ. നമ്മളെ ഒരാൾ കൺസിസ്റ്റന്റ്ലി നമ്മളെ പിന്തുടരുന്നു, ശല്യപ്പെടുത്തുന്ന ലെവലിലേക്ക് പോകുന്നു, മെസ്സേജുകൾ അയക്കുന്നു, നമ്മളെ ട്രാക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കോൺസ്റ്റന്റ് ട്രാക്ക് ചെയ്യുന്നതിനെയാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ, ഇലോൺ മസ്ക് ഫ്ലൈറ്റ് എടുത്ത് ഏതൊക്കെ സ്ഥലത്താണ് പോകുന്നതെന്ന് ട്രാക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ ട്വിറ്ററിൽ അത് റിയൽ ടൈം പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അതോടുകൂടി അയാളുടെ പ്രൈവസി പൂർണ്ണമായിട്ട് പോവാണ്. അയാളെ സ്റ്റോക്ക് ചെയ്യാണ്. അയാൾ എവിടെ പോയാലും ഇയാൾ അത് ട്രാക്ക് ചെയ്യണം. അപ്പൊ അതാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് ആ ഒരു രീതിയിലോ ഏത് രീതിയിലോ ഒരാളെ നമ്മളെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നിട്ട് ആ രീതിയിലുള്ള മെസ്സേജുകൾ അയക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഓൺലൈൻ ആക്ടിവിറ്റി ഫുൾ ഒരാൾ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് സൈബർ സ്റ്റോക്കിംഗ്. ഇനി നാലാമത്തെ ക്രൈമാണ് സൈബർ ഗ്രൂമിംഗ്. സൈബർ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം, പലപ്പോഴും ഒരു കുട്ടിയുമായിട്ടോ അല്ലെങ്കിൽ നമ്മളുമായിട്ടോ ഓൺലൈനിൽ വന്ന് പരിചയപ്പെട്ട ഒരു ബന്ധം സ്ഥാപിച്ച് വളരെ ഫെമിലിയർ ആയതിനു ശേഷം, നമ്മുടെ ട്രസ്റ്റ് ഗെയിൻ ചെയ്തതിന് ശേഷം നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് അവരുടെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ഒരാളെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പടിപടിയായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുകയാണ്. അതാണ് സൈബർ ഗ്രൂമിംഗ്. അപ്പൊ അതാണ് നാലാമത്തെ ഒരു സൈബർ ക്രൈം. അത് ക്ലിയർ ആയോ? സൈബർ ഗ്രൂമിംഗിന് സംശയമുണ്ടോ?
അഞ്ചാമത്തേതിലേക്ക് നമ്മൾ നോക്കാം. അഞ്ചാമത്തെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യമാണ് ഓൺലൈൻ ജോബ് ഫ്രോഡ്. മിക്കവാറും പലർക്കും മെസ്സേജ് വരും, ഡേറ്റ എൻട്രിയുടെ ജോബ് ഉണ്ട്, മണിക്കൂറിന് ഇത്ര രൂപ വെച്ച് തരും, നിങ്ങൾ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഓൺലൈനായിട്ട് നമുക്ക് ജോലി തരാം എന്ന് പറഞ്ഞ് ആക്ച്വലി നമ്മുടെ കയ്യിൽ നിന്ന് കാശോ മറ്റു ഡീറ്റെയിൽസോ കളക്ട് ചെയ്യുക. ബേസിക്കലി ഒന്നും ഒരു ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു നോമിനലായിട്ട് ഒരു ജോലി ചിലപ്പോൾ തന്നിരിക്കും. ആ ജോലി എല്ലാം ചെയ്ത് കഴിയുമ്പോഴും പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും തരുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൺലൈൻ ജോബ് ഫ്രോഡ് ഒരു സൈബർ ക്രൈമാണ്. അതിനകത്ത് ഓൺലൈൻ ഒരു ആസ്പെക്ട് നിലനിൽക്കുന്നിടത്തോളം കാലം അതൊരു സൈബർ ക്രൈമാണ്. അത് നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ ലിങ്ക്ഡിൻ വഴിയോ അല്ലാതെയോ ഒരു രജിസ്ട്രേഷൻ ഫീ വെച്ചിട്ടോ ഒരു ട്രെയിനിങ്ങിന് ചാർജ് ഉണ്ടെന്നോ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ടായിരിക്കും ആ തട്ടിപ്പ് നടക്കുക. അതൊരു സൈബർ ക്രൈമാണ്. ആറാമത്തെ ഒരു സൈബർ ക്രൈം ഓൺലൈൻ സെക്സ്റ്റോർഷൻ ആണ്. ഓൺലൈൻ സെക്സ്റ്റോർഷൻ. അപ്പം ഒരു സെക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സെക്സ്റ്റോർഷൻ. ഇപ്പൊ സെക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരാളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഇമേജ് എങ്ങനെയെങ്കിലും മറ്റേ ഒരാൾ കളക്ട് ചെയ്തതിനു ശേഷം, ഇമേജോ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഇമേജോ വീഡിയോയോ എന്തെങ്കിലും ഒരു കാര്യം, അപ്പൊ അതിന്റെ ഒരു ആക്സസ് വേറെ ഒരാളുടെ കയ്യിൽ കിട്ടുക. അപ്പൊ ആ കാര്യം വെച്ച് വിലപേശി ബാർഗെയിൻ ചെയ്തിട്ട് കാശ് അടിച്ചെടുക്കാൻ നോക്കുന്ന ഒരു കാര്യത്തെയാണ് സെക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഈ ഹണി ട്രാപ്പ് ഒക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് ആലോചിക്കാം. എന്നാൽ സെക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഇമേജോ വീഡിയോയോ ഒരാൾ ട്രസ്റ്റ് കൂടിയോ അല്ലാതെയോ കളക്ട് ചെയ്തതിനു ശേഷം ബാർഗെയിൻ ചെയ്ത് കാശ് അടിച്ചു മാറ്റാൻ നോക്കുന്നതിനെയാണ് സെക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. അതൊരു ക്രൈമാണ്. ക്ലിയർ ആയില്ലേ? സംശയമുണ്ടോ? ഒന്നുകൂടി പറയോ? സെക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഇത് മാത്രം പറഞ്ഞാൽ മതിയോ ബിനീഷ്? അവസാനം പറഞ്ഞാൽ മതിയോ? അല്ല, കട്ടായി പോയായിരുന്നു എന്റെ ഫോൺ, കോള് ഒന്നുകൂടി പറയാം. നമ്മളിപ്പം കുറച്ച് സൈബർ ക്രൈമിന്റെ പല ടൈപ്പുകളാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞതിൽ ജസ്റ്റ് ഒന്ന് ആവർത്തിച്ച, ആദ്യം പറഞ്ഞത് ചൈൽഡ് പോർണോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. CSAM എന്നുള്ള കാര്യം പറഞ്ഞു, സൈബർ ബുള്ളിങ് പറഞ്ഞു, സൈബർ സ്റ്റോക്കിംഗ് പറഞ്ഞു, സൈബർ ഗ്രൂമിങ് പറഞ്ഞു, ഓൺലൈൻ ജോബ് ഫ്രോഡ് പറഞ്ഞു, പിന്നെ ഓൺലൈൻ സെക്സ്റ്റോർഷൻ എന്നുള്ള കൺസെപ്റ്റാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ഓൺലൈൻ സെക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇമേജോ, അതായത് സെക്ഷുവൽ ആക്ടിവിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രൈവറ്റ് ഇമേജുകളോ വീഡിയോയോ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് കാശ് അടിച്ചു മാറ്റാൻ നോക്കുന്ന ആ ആക്ടിവിറ്റി ഒരു സൈബർ ക്രൈമാണ്. അതാണ് ഓൺലൈൻ സെക്സ്റ്റോർഷൻ. ഷോർട്ട് ആൻസറിന് ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേയുടെ പാർട്ടായിട്ട് നമുക്ക് എഴുതാവുന്ന ഒരു കാര്യമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഏഴാമത്തെ സൈബർ ക്രൈം ഫിഷിംഗ് ആണ്. ഫിഷിങ്ങിന്റെ സ്പെല്ലിംഗ് നമ്മൾ F വെച്ച് എഴുതരുത്, PHISHING ആണ്. ഫിഷിംഗ് ആണ്. ഫിഷിംഗ്. ഇപ്പൊ ഫിഷിംഗ് എന്ന് പറഞ്ഞ സാധനവും നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അതായത് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലായിട്ട് പരിചയമുള്ള ഒരാളുടേതാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇമെയിലോ SMS കോളോ വരും. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടണം. അതാണ് ശരിക്കും ഫിഷിംഗ് നടത്തുന്ന ആൾക്കാർ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ക്രിമിനൽസിന്റെ മെയിൻ അജണ്ട നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് നമുക്ക് അറിയാവുന്നതോ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതോ ആയ ഒരു ആളാണെന്നോ ഒരു ഏജൻസി ആണെന്നോ ഉള്ള ഒരു ഇംപ്രഷനിലായിരിക്കും അവർ നമ്മളെ വിളിക്കുക. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞിട്ട് ആയിരിക്കാം വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്റെ ആരുടെയും പേര് പറഞ്ഞിട്ട് വിളിക്കാം, അവരാണെന്ന് പറഞ്ഞ് വിളിക്കാം. അല്ലെങ്കിൽ ചില ഏജൻസികൾ ചിലപ്പോൾ ട്രായി എന്നുള്ള കോളാണെന്ന് പറഞ്ഞു വരാം, അല്ലെങ്കിൽ പോലീസിൽ നിന്ന് വരുന്ന കോളാണെന്ന് പറഞ്ഞു വരാം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് ആയിട്ട് വരാം. അങ്ങനെ പലതും വരാം. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഇമെയിലോ OTPയോ പാസ്വേഡുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുന്ന പക്ഷെ അത് നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. അതാണ് ഈ ഹാക്കിങ്ങുമായിട്ടുള്ള വ്യത്യാസം. ഇപ്പൊ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മൾ അതിനകത്ത് ഡയറക്റ്റ്ലി അറിയണമെന്ന് പോലുമില്ല. പക്ഷെ ഫിഷിംഗ് എന്ന് പറയുമ്പം അതിനകത്ത് നമ്മളെ അവരൊരു ഇരയാക്കാണ്, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, നമ്മളെ തന്നെ ഉപയോഗിച്ച് നമ്മുടെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവില്ലായ്മ മുതലെടുത്ത് നമ്മുടെ ഒരു ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്യുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയാം. അപ്പൊ പേഴ്സണൽ ഡീറ്റെയിൽസ്
ഒരു 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 ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് വഴിയോ OTP ചോദിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്നിട്ട് ഒരു മിക്കവാറും ഒരു ഫേക്ക് സൈറ്റിലേക്ക് ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോകാം. ഇപ്പൊ ഓൺലൈനായിട്ടാണെങ്കിൽ ഒരു ബാങ്കിന്റെ ഇപ്പൊ ഒരു HDFC ബാങ്കിന്റെ ഒരു OTP ചോദിച്ചിട്ട് ഒരാൾ വിളിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളെ എന്നിട്ട് OTP എൻ്റർ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നത് HDFC ബാങ്ക് എന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു സൈറ്റിലേക്കായിരിക്കും, അല്ലെ SBI എന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു സൈറ്റിലേക്കായിരിക്കും. ഏതാണ് സിമിലർ കളറും ലോഗോയും എല്ലാം സെയിം ആയിട്ട് വെക്കും. പക്ഷെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പറും പാസ്വേഡും എല്ലാം എൻ്റർ ചെയ്ത് കയറി കഴിയുമ്പോൾ അവർക്ക് ആ സാധനങ്ങളെല്ലാം കിട്ടും. അതാണ് ബേസിക്കലി ഫിഷിംഗ്. അത് ഇമെയിൽ വഴി നടക്കുന്നതിനെയാണ് നോർമലി ഫിഷിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വോയിസ് ഉപയോഗിച്ച് ഫോൺ കോൾ വഴി വരുന്നതിനെ വോയിസ് ഫിഷിംഗ് എന്ന് പറയും. ആ വോയിസ് ഫിഷിങ്ങിന്റെ വേറൊരു പേരാണ് വിഷിംഗ്. അപ്പൊ നമുക്ക് അത് നമുക്ക് 8ാമത്തെ സൈബർ ക്രൈമായിട്ട് പഠിക്കാം. അതായത് 7ാമത് നമ്മൾ ഫിഷിംഗ് പഠിച്ചു, PHIHING ഫിഷിംഗ് ആണ്. 8ാമത്തത് വിഷിംഗ് ആണ്, വി ആണ്, വോയിസ് എന്നുള്ളതിന്റെ വി ആണ്, W അല്ല, VISHING വിഷിംഗ്. അതും ഷോർട്ട് ആൻസർ ചോദിക്കാം. വിഷിംഗ് എന്താണ്? വിഷിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓർത്താണ് വോയിസ് ഫിഷിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോളർ ഉണ്ട്. അപ്പൊ കോളർ നമുക്ക് അറിയാവുന്ന ഒരാളായിട്ട് പ്രിറ്റൻഡ് ചെയ്യും, ബാങ്കിന്റെ ആളായിട്ടോ അല്ലെങ്കിൽ ട്രായിയുടെ ആളായിട്ടോ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, എന്ത് വേണമെങ്കിൽ പറഞ്ഞ് വിളിക്കാം. ഇപ്പോഴത്തെ കാലത്ത് AI കൂടി ഉള്ളതുകൊണ്ട് വോയിസ് വരെ നമുക്ക് ക്ലോൺ ചെയ്തിട്ട് ഇന്ന ആളുടെ വോയിസ് ആണെന്ന് തന്നെ തോന്നിപ്പിക്കാം. അപ്പൊ വോയിസ് പോലും ഇന്ന ആൾ നമുക്ക് പരിചയമുള്ള ആൾ വിളിക്കുന്ന പോലെ തന്നെ തോന്നിപ്പിച്ചിട്ട് വിളിക്കാം. ആ രീതിയിൽ പോലും വിളിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് അവർക്ക് വേണ്ടത് OTP ആയിരിക്കും, നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് OTP വാങ്ങിക്കും. അപ്പൊ അത് ഒരു എന്താണ് സൈബർ ക്രൈം ആണ്. അതിന്റെ പേരാണ് വിഷിംഗ്. ഇനിയും അടുത്തത് SMS ഫിഷിംഗ് ആണ്. SMS ഫിഷിങ്ങിനെ വേറൊരു പേരാണ് സ്മിഷിംഗ്, SMISHING. സ്മിഷിംഗ് എന്ന് പറയുമ്പോൾ ഓർത്തോണം SMS ആണ്, SMS ഫിഷിംഗ് ആണ് സ്മിഷിംഗ്. അപ്പൊ അതിനകത്ത് SMS വഴി ഒരു നിങ്ങൾ ലോട്ടറി അടിച്ചെന്നോ മിക്കവാറും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. SMS വഴി ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര $, കിട്ടും, നിങ്ങളൊരു ലോട്ടറി അടിച്ചു, നിങ്ങൾ എടുക്കാത്തൊരു ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് വരും. അപ്പം ചിലർക്ക് നമുക്ക് കിട്ടിയില്ല, ഒരു ലോട്ടറി കിട്ടിയില്ലോ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവരെടുത്തോണ്ട് പോകും. അപ്പൊ അതാണ് സ്മിഷിംഗ്. അതാണ് 9. ഇനി 10ാമത്തെ സൈബർ ക്രൈം ആണ് സെക്സ്റ്റിംഗ്. അപ്പം സെക്സ്റ്റിംഗ് ആസച്ച് ഒരു കൺസെന്റോടുകൂടി ചെയ്യുവാണെങ്കിൽ അതൊരു ക്രൈം അല്ല. സെക്സ്റ്റിംഗ് ക്രൈം ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഒരു 2 ആൾക്കാർ തമ്മിൽ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള മെസ്സേജ്, സെക്ഷുവൽ ടെക്സ്റ്റിംഗ് ആണ് സെക്സ്റ്റിംഗ്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കുകയാണ്, വാട്സാപ്പിൽ കൂടെയോ SMS ആയിട്ടോ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയാണ്. അത് 2 കൂട്ടരും അഡൽട്ട് ആണ്, 2 പേർക്കും കൺസെന്റ് ഉണ്ടെങ്കിൽ അതൊരു ക്രൈം അല്ല. പക്ഷെ ആ മെസ്സേജ് വെച്ചിട്ട് മറ്റേ ആള് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട്, നമ്മൾ മുമ്പേ സെക്സ്റ്റോർഷൻ കണ്ടില്ലേ, അപ്പൊ ആ സെക്സ്റ്റോർഷന്റെ ലെവലിലേക്ക് പോകുമ്പോൾ അതൊരു ക്രൈം ആവും. അതാണ് സെക്സ്റ്റിംഗ്. പക്ഷെ സെക്സ്റ്റിംഗ് എന്നുള്ള വാക്ക് വെച്ചിട്ട് എന്താണ് സെക്സ്റ്റിംഗ് എന്ന് ചോദിക്കാൻ, സെക്സ് പ്ലസ് ടെക്സ്റ്റിംഗ് ആണ് സെക്സ്റ്റിംഗ്. ഇനി അടുത്ത തട്ടിപ്പ് നമ്മുടെ ഇവിടെയൊക്കെ പത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സിം സ്വാപ്പ് സ്കാം ആണ്. സിം സ്വാപ്പ് ചെയ്യുക. അപ്പൊ അതിനകത്തൊരു സ്കാമർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു പേഴ്സണെ ഇംപെർസണേറ്റ് ചെയ്യുക. എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ സർവീസ്, നമുക്ക് ആദ്യം അപ്പം വേറൊരു വാക്കുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കണക്ട് ചെയ്യാം. സർവീസ് പ്രൊവൈഡർ എന്നുള്ളൊരു വാക്ക് നമ്മളൊന്ന് ആലോചിക്കുക. അത് പലതരത്തിലുള്ള സർവീസ് പ്രൊവൈഡർ ഉണ്ടാവാം. ഇന്റർനെറ്റ് തരുന്ന സർവീസ് പ്രൊവൈഡറുകളെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് വിളിക്കും. മൊബൈൽ നെറ്റ്വർക്ക് തരുന്നവരെ മൊബൈൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് വിളിക്കും. ഇപ്പം ജിയോ, ഇപ്പം മിക്കതും ഇവർ രണ്ടും ഓവർലാപ്പ് ചെയ്താണ് വരുന്നത്. ജിയോയോ വോഡോഫോൺ ഇന്ത്യയോ അല്ല വോഡോഫോൺ ഐഡിയയോ BSNL ഒക്കെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സും ആണ്, മൊബൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സും ആണ്. അപ്പൊ ഇവരാണല്ലോ നമുക്ക് സിം തരുന്നത്. അപ്പൊ നമ്മുടെ പേര് വെച്ച് നമ്മളെ കയ്യിലുള്ള ഒരു സിം ഉണ്ടല്ലോ, ആ സിമ്മിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം വേറെ ആരെങ്കിലും എടുത്താൽ ആ സിമ്മിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ആ സിമ്മിനെ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരേണ്ട OTP എല്ലാം അവർക്ക് വരും. അപ്പൊ അതാണ് സിമ്മിനെ സ്വാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പൊ സിം സ്വാപ്പ് സ്കാം എന്ന് പറഞ്ഞാൽ സിമ്മിനെ സ്വാപ്പ് ചെയ്തിട്ട് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറോ അല്ലെങ്കിൽ മൊബൈൽ സർവീസ് പ്രൊവൈഡറെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തിട്ട് OTP അങ്ങനെയുള്ള മെസ്സേജുകൾ എടുത്ത് മറ്റ് ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ, മിക്കവാറും കുറെ തട്ടിപ്പുകളെല്ലാം ഫിനാൻഷ്യൽ തട്ടിപ്പുകളാണ്, ഫിനാൻഷ്യൽ ഫ്രോഡാണ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് ഉപയോഗിക്കാം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പോവാം. അതാണ് സിം സ്വാപ്പ് സ്കാം. പിന്നെ 12ാമത്തെ, ഇത് കുറിച്ച് വെക്കാമെങ്കിൽ കുറിച്ച് വെക്കാം. നിങ്ങൾക്ക് അത്രയും കൂടെ എണ്ണം നമുക്ക് SIക്ക് എഴുതാനായിട്ട് പേജ് കിട്ടും. ഇവർ 5-6 പേജ് എഴുതണമെങ്കിൽ നമുക്ക് കുറെ സൈബർ ക്രൈം അറിയാമെങ്കിൽ നമുക്ക് എണ്ണം കൂട്ടാം. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു 25 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലിപ്പം 11ാമത്തെ ഞാൻ പറഞ്ഞത് അതേ സമയം എടുക്കല്ലേ, പെട്ടെന്ന് പറഞ്ഞങ്ങ് പോവാം. കണക്ട് ചെയ്താൽ മതി, കുറിച്ച് വെച്ചാൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് വേണമെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് എടുക്കാം.
12ാമത്തെ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഫ്രോഡ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡിന്റെ ഡീറ്റെയിൽസ്, ഇപ്പം ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനകത്തുനിന്ന് വൈഫൈ ഒക്കെ വെച്ചിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താം. അല്ലെങ്കിൽ തന്നെ അതിനകത്തൊരു CVV കോഡ് എന്ന് പറഞ്ഞ ആ ഒരു കോഡ് നമുക്ക് എടുക്കാം. ആ കോഡ് കിട്ടിയാൽ മതി അല്ലെ. അപ്പൊ ചിലർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ അവർ ചിലപ്പോൾ ആ കാർഡിന്റെ ഡീറ്റെയിൽസ് ഫോട്ടോ എടുത്ത് വെക്കും. ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ നമ്പർ, ഇപ്പൊ ഇന്ത്യയിൽ പലപ്പോഴും ഇപ്പൊ നമുക്ക് OTP കൂടെ ഉണ്ടല്ലേ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ചോ പലപ്പോഴും ട്രാൻസാക്ഷൻ നടത്താൻ പറ്റത്തുള്ളൂ, ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. പക്ഷെ ചില പുറത്തുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും OTP ഒന്നും വേണ്ട. അപ്പം ഈ കാർഡിന്റെ നമ്പറോ CVV കോഡോ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും പുറത്തുള്ള രാജ്യങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഫ്രോഡ്. ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇങ്ങനെയുള്ള എന്തെങ്കിലും തട്ടിപ്പുള്ള അനുഭവം നമുക്ക് വന്നിട്ടുണ്ടാവും. എനിക്ക് ഇതിന്റെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതായത് ഈ എന്റെ ക്രെഡിറ്റ് കാർഡ് ഇതുപോലെ ആരോ ഞാൻ ഉറങ്ങി കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് വെച്ചിട്ട് ഒരു എബോവ് 40,000 ഒരു ട്രാൻസാക്ഷൻ പുറത്ത് US എവിടെയോ ചെയ്തിരുന്നു. പിന്നെ പെട്ടെന്ന് കാർഡ് വിളിച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ കാര്യം കാശ് കയ്യിൽ നിന്ന് പോയില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ അനുഭവങ്ങൾ, ഇതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായി കാണും. അപ്പൊ നമ്മൾ ആ ലൈഫിലുള്ള, പിന്നെ പത്രം നോക്കിയാൽ തന്നെ എല്ലാ ദിവസവും കാണാമല്ലോ സൈബർ തട്ടിപ്പ് ഇഷ്ടം പോലെ. ഇനി അടുത്ത സൈബർ ക്രൈം കുറച്ചുകൂടെ കണക്റ്റഡ് ആണ്. അപ്പം ഈ സൈബർ ക്രൈം നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് സൈബർ ക്രൈമിൽ നിന്ന് വരാറുണ്ട്. നമുക്കിപ്പോൾ ഒരു 4-5 പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 2 പ്രോബ്ലമോ 3 പ്രോബ്ലമോ ഏതെങ്കിലും ഒരു സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ അത് ക്രൈം ആണോ അല്ലയോ എന്ന് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ആണെങ്കിൽ അത് ഏത് സെക്ഷൻ ആണെന്ന് നമുക്ക് അത് കഴിഞ്ഞ് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് പ്രോബ്ലത്തിന് റിലവന്റ് ആണ്. അപ്പൊ ഈ സൈബർ ക്രൈം ഞാൻ ആദ്യം എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രോബ്ലത്തിലും യൂസ് ചെയ്യാം, ഷോർട്ട് ആൻസറും യൂസ് ചെയ്യാം, മിക്കവാറും ഒരു essay കിട്ടാനും സാധ്യതയുണ്ട്. കാര്യം ഇതിനകത്ത് ഒത്തിരി essayക്കൊന്നും സ്കോപ്പ് ഇല്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു essay കിട്ടിയാൽ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതി വെക്കാം. പ്രോബ്ലത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന അടുത്ത കൺസെപ്റ്റ് പ്രോബ്ലത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഇംപേഴ്സണേഷൻ ആൻഡ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. ഒരാളെ ഇംപേഴ്സണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒരാള് മറ്റേ ആളായിട്ട് ആക്ട് ചെയ്യുക അല്ലെ. നമുക്കൊരു ഫേക്ക് ഐഡന്റിറ്റി പോലെ. ഇപ്പൊ എത്ര എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ഫേസ്ബുക്കിൽ കയറുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക കളക്ടേഴ്സും അവർക്ക് പോലും നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ഫേമസ് ആയിട്ടുള്ള മിക്ക സെലിബ്രിറ്റീസിന്റെയും പേരിൽ ഒരു 10 ഫേക്ക് പ്രൊഫൈലെങ്കിലും ഉണ്ടാവും. ആ ഫേക്ക് പ്രൊഫൈലിനെല്ലാം അവരുടെ ഫ്രണ്ട്സിനെല്ലാം കാശ് ചോദിച്ചിട്ടുള്ള റിക്വസ്റ്റും, പൊതുവെ കാശാണ് ഇവരുടെ മെയിൻ എയിം. അപ്പം അങ്ങനെയുള്ള റിക്വസ്റ്റും, അപ്പം ഇന്ന ആളാണല്ലോ ചോദിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഫോട്ടോയും എല്ലാം ഉണ്ടല്ലോ, അവരുടെ ഫേസ്ബുക്ക് ID ആണ്. ഇപ്പൊ ആദ്യം ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും, അവരുടെ എല്ലാ ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ടായിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് പരിചയമായി കഴിയുമ്പോഴത്തേന് കാശ് ചോദിക്കും. അപ്പൊ ഇതൊരു ഇംപെർസണേറ്റ് ചെയ്യാണ്, വേറെ ഒരാളെ ഇംപെർസണേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡന്റിറ്റി അടിച്ചോണ്ട് പോവാണ്. ഒരു ഐഡന്റിറ്റിയെ തെഫ്റ്റ് ആണ് അല്ലെ. ആ മോഷണത്തിൽ കൂടെ നടക്കുന്നത് എന്താണ്? ഒരാളുടെ ഐഡന്റിറ്റി മറ്റേ ആള് മോഷ്ടിക്കുകയാണ്. അപ്പൊ ആ ഒരു ആസ്പെക്ട് നമുക്ക് ക്വസ്റ്റ്യൻസിനകത്ത് പലപ്പോഴും വരാറുണ്ട്. ക്വസ്റ്റ്യൻസ് പ്രോബ്ലം എടുത്ത് നോക്കുമ്പോഴും അതിനകത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ എക്സാമ്പിൾ വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻസിനും എക്സാമിന് നമ്മുടെ എക്സാമിനും എക്സാമ്പിളൂടെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആൾക്ക് കൺസെപ്റ്റ് അറിയാമെന്ന് ക്ലിയർ ആവും. അപ്പൊ അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അയാളുടെ പേര്, അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഫ്രോഡിന് മാത്രമായിരിക്കില്ല, അയാളുടെ പേര് തന്നെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അടിച്ചു വിട്ടാലും മതി, അവരുടെ എനിമീസോ അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ ഇയാള് പറയുന്നതാണെന്ന് ബാക്കിയുള്ളവരെല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം. ഇപ്പൊ എപ്പോഴും എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് എയിം ഫിനാൻഷ്യൽ ഗെയിൻ മാത്രം ആയിരിക്കണമെന്നില്ല, അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതിന്റെ ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി 14ാമത്തെ സൈബർ ക്രൈം ആണ് സ്പാം ചെയ്യുക. പലതരത്തിലുള്ള സ്പാം ഉണ്ട്. നമുക്ക് ഇമെയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ഗൂഗിളൊക്കെ അവസാനം ഒരു സ്പാം എന്ന് പറഞ്ഞൊരു ഫോൾഡർ തന്നെ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഒട്ടും റിലവന്റ് അല്ലാത്ത കുറെ മെയിലുകൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമുക്ക് അയക്കുക. അതുപോലെ സ്പാം കോളുകൾ നമുക്ക് വരുന്നുണ്ട്. മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ കോൾ, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ജങ്കായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിളിക്കാം അല്ലെ. അപ്പം അത് സ്പാം ആണ്. സ്പാം മെസ്സേജ് ഉണ്ട്, സ്പാം കോൾസ് ഉണ്ട്, സ്പാം ഇമെയിലുകളുണ്ട്. അപ്പൊ സ്പാം എന്ന് പറഞ്ഞാൽ എന്താ?
സ്പാം എന്ന് പറഞ്ഞാൽ ഒരു അൺസോളിസിറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബന്ധമുള്ളതോ റിലവന്റോ അല്ലാത്ത ഇമെയിലുകളോ ഫോൺ കോളുകളോ, ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഡിസ്കൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞായിരിക്കാം, ചിലപ്പോൾ അത് തട്ടിപ്പുമായിരിക്കാം. എന്തെങ്കിലും ഒരു ഈ സ്പാമിന്റെ പ്രത്യേകിച്ച് പർപ്പസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് വൈറസോ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഈ വൈറസ് എന്നുള്ള വാക്ക് പറയുമ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും മാൽവെയർ എന്നുള്ള വാക്കാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഈ മാൽവെയർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് മാൽവെയർ. അപ്പൊ ഈ വൈറസോ ട്രോജനോ വേംസോ ഒക്കെ എല്ലാം മാൽവെയർ എന്ന് പറഞ്ഞ ഒരു വലിയ അംബ്രലയ്ക്കകത്ത് വരുന്ന സാധനങ്ങളാണ്. അപ്പം ഈ മാൽവെയർ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള പർപ്പസും സ്പാമിനുണ്ടാവാം. അപ്പൊ സ്പാം നമ്മൾ ഒരു ക്വസ്റ്റിന്റെ ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ് സ്പാമിങ്. അപ്പൊ നമ്മൾ 14 സൈബർ ക്രൈം പഠിച്ചു. ഇനിയും ബ്രേക്ക് വല്ലതും വേണോ അതോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് പോവാം. ഇപ്പം 1 മണിക്കൂറോളം ആയില്ലേ. ഇനി ഒത്തിരി അടുപ്പിച്ച് ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഇടങ്ങ് എടുക്കാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടോ? സാറേ, ആ 14 ലിസ്റ്റ് ഒന്നുകൂടെ പറയൂ. അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട, അത് മാത്രം പേര് മാത്രം ഒന്ന് പറയൂ. ഞാൻ പേരൊന്നുകൂടെ പറയാം. ആദ്യം പറഞ്ഞത് ചൈൽഡ് പോണോഗ്രഫി ആണേ. ചൈൽഡ് പോണോഗ്രഫിയുടെ ബ്രാക്കറ്റിൽ നിങ്ങൾ ഇങ്ങനെ കൂടെ എഴുതിക്കോ, ചൈൽഡ് സെക്ഷുവലി അബ്യൂസീവ് മെറ്റീരിയൽ, CSAM. ഞാൻ ഈ ഇത്രയും ഒരു 24 സൈബർ ക്രൈം ഉണ്ട്. ഇത് എടുത്തത് ഞാൻ ഈ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ റിലവന്റ് ആണ്. അവരുടെ സൈബർ ക്രൈമിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുത്ത കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് അതോറിറ്റേറ്റീവ് ആണ്. അവർ തന്നെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന സൈബർ ക്രൈമുകളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് ചൈൽഡ് പോണോഗ്രഫി അല്ലെങ്കിൽ ചൈൽഡ് സെക്ഷുവലി അബ്യൂസീവ് മെറ്റീരിയൽ, CSAM. അതാ ഒന്നാമത്തത്. രണ്ടാമത്തത് സൈബർ ബുള്ളിയിങ്. മൂന്നാമത് സൈബർ സ്റ്റോക്കിംഗ്. 4 സൈബർ ഗ്രൂമിംഗ്. 5 ഓൺലൈൻ ജോബ് ഫ്രോഡ്. 6 ഓൺലൈൻ സെക്സ്റ്റോർഷൻ. 7 ഫിഷിംഗ്. 8 വിഷിംഗ്. വിഷിംഗ് എന്ന് പറഞ്ഞാൽ വോയിസ് ഫിഷിംഗ് ആണ്. 9 സ്മിഷിംഗ്, അത് SMS ഫിഷിംഗ് ആണ്. 10 സെക്സ്റ്റിംഗ്. 11 സിം സ്വാപ്പ് സ്കാം. 12 ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഫ്രോഡ്. 14 സ്പാമിംഗ്. അത്രയാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് 13 വിട്ടുപോയി അല്ലെ. ഇംപേഴ്സണേഷൻ ആൻഡ് ഐഡന്റിറ്റി തെഫ്റ്റ്. ഇംപേഴ്സണേഷൻ ആൻഡ് ഐഡന്റിറ്റി തെഫ്റ്റ്. അപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ, വിട്ടുപോയാലും അറിയാം. എന്തെങ്കിലും ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? വിഷിംഗ് ഇല്ലേ, അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറയൂ സാറേ. വിഷിംഗ്, VISHING. വിഷിംഗ് വി ആണേ. ഓക്കെ. സർ, സൈബർ ഗ്രൂമിംഗ് മാത്രം ഒന്ന് പറഞ്ഞുതരൂ. പറയാം. സൈബർ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റില്ലല്ലോ മിക്ക ആൾക്കാരെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരാള് പരിചയമുള്ള ഭാവത്തിൽ അടുത്തു കൂടിയിട്ട് ഗ്രാജുവൽ ഒരു ബന്ധം ഉണ്ടാക്കും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അയച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ നടത്തുന്ന പിള്ളേരാണെങ്കിൽ ആ ഓൺലൈൻ ഗെയിമിങ്ങിന്റെ പാർട്ടായിട്ട് വന്ന ഒരു പരിചയമൊക്കെ ഉണ്ടാക്കി ഗ്രാജുവലി അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി ചിലപ്പോൾ വർഷങ്ങളോളോ മാസങ്ങളോളോ അവര് നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഒരു ഫ്രണ്ട് പോലെ നിന്ന് കുറച്ച് കാലത്തെ പരിചയത്തിന് ശേഷമാണ് അവര് നമ്മുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നമ്മളെ ചതിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അവരൊരു ഗ്രൂമിങ് നടത്തും. നമ്മളെ കുറച്ചു കാലം കൊണ്ട് ഇങ്ങനെ ഗ്രൂം ചെയ്ത് വന്നിട്ടാണ് തട്ടിപ്പ് നടത്തുന്നത്. അതാണ് സൈബർ ഗ്രൂമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഒറ്റ ദിവസത്തെ തട്ടിപ്പല്ല, മറ്റു പലതും ഒറ്റ ദിവസം കൊണ്ടായിരിക്കും. വിഷിങ്ങും ഫിഷിങ്ങും ഒക്കെ പലപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കുന്നതായിരിക്കും, അധികം സമയം കൊടുക്കില്ല. പക്ഷെ ഈ സൈബർ ഗ്രൂമിങ് മാസങ്ങളോളം പണിയെടുത്ത് നടത്തുന്ന തട്ടിപ്പാണ്. ഓക്കെ അല്ലേ? ഓക്കെ. എന്നാൽ നമുക്ക് അടുത്തതിലേക്ക് കയറാം അല്ലെ. 15 തൊട്ട് 24 വരെ നമുക്കൊന്ന് തീർക്കാം. അത് കഴിഞ്ഞ് ഇനിയും സൈബർ തട്ടിപ്പുകളുണ്ട്, പക്ഷെ നമുക്ക് ആദ്യത്തെ അത്രയും തീർക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസിനകത്ത് ഇതിന് പുറമേ നമ്മൾ ഈ 24 പഠിച്ചു വെച്ചാലും ക്വസ്റ്റ്യൻസിന് ഇതിന് പുറത്തുനിന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു ക്വസ്റ്റ്യൻ നോക്കിയപ്പോഴേ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളും നോക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനകത്ത് എന്തൊക്കെയാ വരുന്നതെന്ന് നോക്കാം. ഏതായാലും നമുക്ക് ആദ്യം 24 തീർക്കാം. ഇപ്പൊ 14 ആയി. ഇനി 15ാമത്തത്. ഞാൻ ഒരു കാര്യം ഇതിനു മുമ്പ് ചോദിച്ചോട്ടെ. ഇപ്പം എല്ലാവർക്കും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പൊ ഈ വാക്കുകളൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാണോ, ഫെമിലിയർ ആണോ, അതോ ആദ്യമായിട്ടേക്കാണോ? ഞാൻ അങ്ങനെ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് സാർ.
കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും ഇത് പറയുന്നത് നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് നല്ലതല്ലേ? ഓക്കെ, നമുക്കിത് തീർക്കാം. കാര്യം സൈബർ ക്രൈം ഒരു SIക്കും ഷോർട്ട് ആൻസറിനും സാധ്യതയുള്ളതുകൊണ്ടാണ്. അടുത്തത് ചിലപ്പം കേട്ടിട്ടുണ്ടാവണമെന്നില്ല. റാൻസം വെയർ എന്നാണ് അതിന്റെ പേര്. റാൻസം വെയർ 15 റാൻസം വെയർ. സാറേ സ്പെല്ലിംഗും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? RANSOMWARE. RANSOMWARE. അപ്പൊ നമ്മൾ അപ്പൊ ഇത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ WARE എന്ന് ചേർത്ത് വരുന്നത് നമ്മൾ ഓർത്താൽ മതി. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ എല്ലാം അങ്ങനെയാണല്ലോ WARE ഇല്ലേ. അപ്പം ഈ നമ്മൾ ആദ്യം ഈ സൈബർ ക്രൈമുമായിട്ട് ചേർത്ത് ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ ഓർക്കേണ്ട ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ മാൽവെയർ എന്നാണ്. MALWARE, മാൽവെയർ, മലീഷ്യസ് സോഫ്റ്റ്വെയർ. ഈ മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ആയിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ് വൈറസും ട്രോജനും വേമും ഒക്കെ പോലെ ചില സാധനങ്ങളുണ്ട്. ആഡ്വെയർ, സ്പൈവെയർ ഒക്കെ പോലെ അങ്ങനെയൊക്കെ ഉള്ള പേരിലുള്ള എല്ലാം മലീഷ്യസ് സോഫ്റ്റ്വെയർസ് തന്നെയാണ്. അതിന്റെ ഓരോ സബ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതേ ഉള്ളൂ. അതിൽ ഒരു കാറ്റഗറിയാണ് റാൻസം വെയർ. അപ്പൊ റാൻസം വെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആരുടെയും ഒരാളുടെ എക്സാമ്പിൾ എടുത്ത് ഇപ്പൊ ബോബി മണി മാഡം ആണെന്ന് വെച്ചോ. ബോബി മണി മാഡത്തിന്റെ പെട്ടെന്ന് കമ്പ്യൂട്ടർ പേഴ്സണൽ ലാപ്ടോപ്പിലെ കുറച്ച് ഫയൽസ് ആരെങ്കിലും എടുത്തു മാറ്റി ഹാക്ക് ചെയ്തു എന്നുള്ളത് ബോബി മണി മാഡത്തിന് മനസ്സിലായി. എന്നിട്ട് അവർ തന്നെ ബോബി മണിത്തെ കോൺടാക്ട് ചെയ്യാണ്, ഞാൻ ഈ ഫയൽ തിരിച്ചു തരാം, പക്ഷേ എനിക്ക് 1 ലക്ഷം രൂപ തരണം. 1 ലക്ഷം രൂപ തന്നാൽ ഞാൻ തിരിച്ചു തരാം. അതായത് ഒരു റാൻസം ആവശ്യപ്പെടുകയാണ്. ഇത് തരണമെങ്കിൽ ഇത്ര രൂപ തന്നാൽ ഞാൻ ഇത് തിരിച്ചു തരാം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും അവർ ചോദിക്കുന്നത്. ഈ ക്രിപ്റ്റോ കറൻസിയിലോ അങ്ങനെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും പേയ്മെന്റും ചോദിക്കുന്നത്. അപ്പൊ അതൊന്നുകൂടെ പറഞ്ഞാൽ റാൻസം വെയർ എന്നുള്ള സൈബർ ക്രൈമിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ പെട്ടെന്ന് ഒരു തേർഡ് പാർട്ടി നമ്മുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യും. ചിലപ്പോൾ കമ്പ്യൂട്ടർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കും. അതിലെ കുറച്ച് ഫയൽ മിസ്സിംഗ് ആയിരിക്കും. എന്നിട്ട് കമ്പ്യൂട്ടറിൽ മിക്കവാറും ഒരു മെസ്സേജ് വരും, ഇതില് നിങ്ങൾ ഇന്ന പേയ്മെന്റ് ഇന്ന അക്കൗണ്ടിലേക്ക് അടച്ചാലേ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ മിക്കവാറും ആ മെസ്സേജ് തെളിഞ്ഞു വരും, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇന്നതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഇത്ര പേയ്മെന്റ് അടച്ചാലേ വരത്തുള്ളൂ. അപ്പൊ അത് അങ്ങനെ സംഭവിക്കുന്ന പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു മലീഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും ലിങ്കിലോ വല്ലതും ക്ലിക്ക് ചെയ്യുകയോ അല്ലെ അങ്ങനത്തെ അറ്റാച്ച്മെന്റ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനെ അങ്ങനത്തെ സോഫ്റ്റ്വെയർ അറ്റാക്ക് ചെയ്ത് ബാധിച്ച് ആ മാൽവെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറി കഴിഞ്ഞിട്ടാണ് അത് ഇങ്ങനൊരു മെസ്സേജ് വരുന്നത്. ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. ഇപ്പൊ സപ്പോസ് നമ്മൾ ഏതെങ്കിലും ഒരു മാൽവെയർ ബാധിച്ച ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയോ ഒരു വെബ്സൈറ്റിൽ പോവുകയോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയോ ഒരു അറ്റാച്ച്മെന്റ് ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ആ മാൽവെയർ വന്നു. ആ മാൽവെയറിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ റാൻസം വെയർ എന്നുള്ള കാറ്റഗറിയിലെ മാൽവെയർ ആണ്. മനസ്സിലായോ? ആ റാൻസം വെയർ കാറ്റഗറിയിലുള്ള മാൽവെയർ ആയതുകൊണ്ട് തന്നെ അതിന്റെ പണി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കമ്പ്യൂട്ടറെ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ വേണ്ട സാധനം ഒന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവാം, ഡേറ്റ ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവും. നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. ആ കാര്യം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇന്ന അക്കൗണ്ടിലേക്ക് കാശിട്ട് കൊടുക്കണം. കാശിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനത്തെ മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ വിളിക്കുന്ന പേരാണ് റാൻസം വെയർ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആയോ? ഈ റാൻസം വെയർ ക്ലിയർ ആയോ? ഈ റാൻസം വെയർ ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് സാധനം കൂടെ പെട്ടെന്ന് പിടിക്കാം. അതാണ് ഒന്ന് സ്പൈവെയർ. സ്പൈവെയർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഇമെയിലിലോ അറ്റാച്ച്മെന്റ് ഇമെയിൽ സൈബർ ക്രൈം ആണോ അല്ലെങ്കിൽ അത് സോഫ്റ്റ്വെയർ ആണോ? റാൻസം വെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും സോഫ്റ്റ്വെയർ ആണ്. ആക്ഷൻ മാത്രമേ ക്രൈം ആവുന്നുള്ളൂ. അത് ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മൾ വൈറസ് എന്നോ ട്രോജൻ ഹോഴ്സ് എന്നോ ഒക്കെ പറയുന്ന പോലെ തന്നെ റാൻസം വെയർ എന്ന് പറഞ്ഞ ആ വാക്കുകൊണ്ട് മാത്രം ഉദ്ദേശിക്കുന്ന മലീഷ്യസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ആ സോഫ്റ്റ്വെയർ നമ്മുടെ ഉണ്ടാക്കി വിടുന്നവർ ഒരു ക്രൈമാണ് ചെയ്യുന്നത്. അവരുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. ആ ആക്ടിവിറ്റി അങ്ങനെ ഒരു റാൻസം വെയർ ഉണ്ടാക്കി വിടുന്നതാണ് ക്രൈം. ക്ലിയർ ആയില്ലേ? റാൻസം വെയർ ആ ക്രൈമിനെ പ്രത്യേകിച്ച് പേര് എടുത്തു പറയാനില്ല. ഈ മലീഷ്യസ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന കാറ്റഗറി തന്നെ അതിനെ നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനത്തെ പല കാര്യങ്ങൾ വരുന്നതേ, അതായത് ഹാംഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്ന ആ ക്രൈമിന്റെ പാർട്ടി തന്നെ നമുക്ക് അതിനെ ഉൾപ്പെടുത്താം. അപ്പൊ അതിനകത്ത് ഒത്തിരി അങ്ങനത്തെ ഈ മലീഷ്യസ് സോഫ്റ്റ്വെയർസിന് ഒത്തിരി കാറ്റഗറി ഉണ്ട്. അതിൽ ഏത് സാധനം ഉണ്ടാക്കിയാലും അതെല്ലാം ഓരോ ക്രൈമാണ്. പക്ഷെ ആ ഓരോ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ.
ഈ റാൻസം വെയറിനകത്ത് റാൻസം ആവശ്യപ്പെടുക എന്നുള്ളതാണ് ആ മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ പർപ്പസ്. ഇനിയും സ്പൈവെയർ എന്നുള്ള കാറ്റഗറിയിലുള്ളതാണെങ്കിൽ എന്താ ചെയ്യുക, ആ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് നമ്മളെ സ്പൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലാപ്ടോപ്പിൽ ഒരു സ്പൈവെയർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളെ അതിങ്ങനെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ലാപ്ടോപ്പ് മൊത്തം വേറൊരാള് ഇങ്ങനെ സ്പൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഈ ചാരന്മാര് നിരീക്ഷിക്കുന്നതായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് സ്പൈവെയറിന്റെ പർപ്പസ്. അപ്പം ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ ഇപ്പം നേരത്തെ റഷ്യയിൽ നിന്നുള്ള പെഗാസസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നിങ്ങൾ കേട്ടുകാണോ? അത് പെഗാസസിന്റെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതൊരു സ്പൈവെയർ ആയിരുന്നു. എനിക്കൊന്ന് രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ഫോണിൽ പെഗാസസ് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു സ്പൈവെയർ ആണ്. അതും മാൽവെയർ തന്നെയാണ്. മാൽവെയർ എന്നുള്ള ബ്രോഡ് അംബ്രല്ല കാറ്റഗറിക്ക് അകത്ത് വരുന്ന കാര്യങ്ങളാണ് റാൻസം വെയർ, സ്പൈവെയർ, ആഡ്വെയർ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ആഡ്വെയർ എന്ന് പറഞ്ഞാൽ ആഡ് ആയിരിക്കും വരുന്നത്. ആ സോഫ്റ്റ്വെയർ ആ മാൽവെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്നു കഴിഞ്ഞാൽ ആഡ്സ് ഇങ്ങനെ പോപ്പപ്പ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ലാപ്ടോപ്പിലോ മൊബൈലിലെല്ലാം ഇങ്ങനെ റാൻഡമായിട്ട് ആഡ് വന്നുകൊണ്ടിരിക്കും. അത് ആഡ്വെയർ ആണ്. അപ്പൊ അത് മറ്റേതിന് അത്ര ശല്യമില്ല. പക്ഷെ പരസ്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത പരസ്യങ്ങളെല്ലാം ചുമ്മാ വന്നുകൊണ്ടിരിക്കും. അത് ആഡ്വെയർ ആണ്. അപ്പൊ ഇതെല്ലാം ഓരോ തരം സൈബർ ക്രൈം ആണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സാധനം ഒരു ബേസിക്കലി അത് എന്താ റാൻസം വെയർ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സോഫ്റ്റ്വെയർ ആണ്. ഒരു മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഉപദ്രവകരമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് 2-3 പേരെ പറഞ്ഞു. റാൻസം വെയർ പറഞ്ഞു, സ്പൈവെയർ പറഞ്ഞു, അതേപോലെ ആഡ്വെയർ പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് വൈറസ്, വേംസ്, ട്രോജൻ, ഇതിന്റെ മൂന്നിനും വ്യത്യാസമുണ്ട്. ഞാനത് പുറകെ പറഞ്ഞു തരാം. ബേസിക്കലി പക്ഷെ വൈറസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു മാൽവെയർ ആണ്. വേം എന്ന് പറഞ്ഞാലും മാൽവെയർ ആണ്. ട്രോജനും മാൽവെയർ ആണ്. അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ട്രോജനും ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയാം, വൈറസും വേമും ട്രോജനും ഉണ്ട്. ഈ വൈറസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മാൽവെയറിന് സെൽഫായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് വൈറസിന്റെ ഒരു പ്രത്യേകത. വേമിനും അത് പറ്റും, സെൽഫായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ. നമ്മൾ റിയൽ ലൈഫിലുള്ള വൈറസിനെയും വേമിനെയും പറ്റി ആലോചിക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ മറ്റ് ചില റാൻസം വെയർ ഒന്നും ചിലപ്പം ഒരു ഫയലിൽ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ആ ഫയലിന് അടുത്തടുത്ത ഫയലിലേക്ക് ചിലപ്പോൾ മാറണമെന്ന് നിർബന്ധമില്ല. പക്ഷെ വൈറസ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഫയലിൽ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഒരു ഫയലുണ്ടെങ്കിൽ ആ ഫയലിൽ മാത്രം നിൽക്കുകയില്ല, അത് അടുത്ത ഫയലിനെ ഇൻഫെക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ വൈറസ് എന്ന് വിളിക്കുന്നത്. വൈറസിന് സെൽഫായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. വേമിനും പറ്റും, ട്രോജൻ ഹോഴ്സിന് പറ്റില്ല. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോജൻ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, സെൽഫായിട്ട് പറ്റും. പക്ഷെ ഈ ട്രോജൻ ഹോഴ്സിന് സെൽഫായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ട്രോജൻ ഹോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ട്രോജൻ ഹോഴ്സ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് വരുന്നത്. ട്രോജൻ കുതിര. അപ്പൊ ആ യുദ്ധത്തിലൊക്കെ ട്രോജൻ കുതിര ഉപയോഗിച്ച് പഴയ കാലത്ത് റോമിലെ ഒക്കെ ഉപയോഗിച്ച ആ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ട്രോജൻ ഹോഴ്സ് എന്നുള്ള വാക്ക് ഈ മാൽവെയറിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ട്രോജൻ ഹോഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് വേറെ ഒരു ഫയലാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അതായത് മനസ്സിലാവുന്നുണ്ടോ? കുതിരയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിനകത്ത് ആൾക്കാർ ഇരുന്നാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ വേറെ ഒരു ഫയലാണ്, നമുക്ക് ഉപയോഗമുള്ള ഒരു ഫയലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിക്കും. പക്ഷെ അത് ആക്ച്വലി അതൊരു മാൽവെയർ ആയിരിക്കും. അതാണ് ട്രോജൻ ഹോഴ്സ്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷെ ബേസിക്കലി ഇപ്പം ജസ്റ്റ് ഇത്ര ഒന്ന് അറിഞ്ഞാൽ മതി. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ഓർക്കേണ്ടത്, വൈറസിനും വേമിനും സെൽഫായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, ട്രോജൻ ഹോഴ്സിന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ട്രോജൻ ഹോഴ്സ് ഈ പറഞ്ഞ പോലെ ഒരു നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മുടെ ഡേറ്റ സ്റ്റീൽ ചെയ്യാനാണ് പലപ്പോഴും നോക്കുക. അപ്പൊ അത് കഴിഞ്ഞു. വ്യത്യാസമുണ്ട്, ഞാനത് നോക്കിയിട്ട് പറയാം. വൈറസും വേമും തമ്മിലുള്ള വ്യത്യാസം നോക്കിയിട്ട്. ഇനി 17ാമത്തെ സൈബർ ക്രൈം ആണ്. 17ാമത്തെ സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ ഡേറ്റ ബ്രീച്ച് ആണ്. ഡേറ്റ ബ്രീച്ച് ഇത് സിഗ്നിഫിക്കന്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പം ഞാൻ പറഞ്ഞു, നമ്മളെ ഈ ഇതിന്റെ ഹിസ്റ്ററി, സൈബർ ലോയുടെ ഹിസ്റ്ററി മുഴുവൻ പഠിച്ചാലും ഒരു 35 വർഷത്തെ ചരിത്രമേ ഉള്ളൂ ശരിക്കും. നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു ഇന്റർനെറ്റ് വെബ്സൈറ്റുകൾ വന്നതിന് ശേഷമുള്ള കഥ എടുത്താൽ അതിൽ തന്നെ റീസെന്റ് ആയിട്ടാണ് ഇതിനൊരു എക്സ്പ്ലോഷൻ പോലെ പല പല കാര്യങ്ങളും വരുന്നത്. നമുക്കറിയാം, സ്മാർട്ട് ഫോണൊക്കെ വന്നിട്ട് തന്നെ അധികം കാലമൊന്നും ആയിട്ടില്ല. ഈ ജിയോ വന്നതിന് ശേഷമാണ് നമ്മൾ ആലോചിച്ച ഇന്ത്യയിൽ തന്നെ ഇത്രയും ഒരു വ്യാപകമായിട്ട് നമ്മൾ നെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ജിയോ വളരെ റേറ്റ് കുറച്ച്, ആദ്യ കാലത്തൊക്കെ നെറ്റൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു, അറിയാമല്ലോ, ഡേറ്റയുടെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോഴേ. അപ്പൊ ആദ്യത്തെ ഒരു നിയമം പണ്ട് കാലത്ത് ഈ ടെലിഗ്രാഫ് ആക്ട് മാത്രമേ ഉള്ളായിരുന്നു, 1885 വന്നത്. അതിനുശേഷം 2000 ഈ IT ആക്ട് വന്നു. IT ആക്ടിന് ശേഷം റീസെന്റ് ആയിട്ട് വന്ന ഒരു ആക്ട് ആണ് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 ആണ്, കഴിഞ്ഞ വർഷം വന്ന. ഇതൊരു ക്വസ്റ്റ്യന് സാധ്യതയുണ്ട്.
കാര്യം ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ആവശ്യമല്ലേ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് SI-ക്കകത്തൊക്കെ. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ, അല്ലെങ്കിൽ സൈബർ ലോയുടെ പോരാ ഇൻഫർമേഷൻ ടെക്നോളജി ലോയുടെ ഡ്രോബാക്സ് ഒക്കെ എന്തൊക്കെയാണ്, ഇതിനകത്ത് കവർ ചെയ്യാത്ത എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒരു അനലിറ്റിക്കൽ ആംഗിളിൽ കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ഈ ലോയുടെ SA ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ സൈബർ ക്രൈംസിനെ പറ്റി മൊത്തം അങ്ങ് എഴുതിക്കോ എന്ന് പറയുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മളെ കൊണ്ട് അനലൈസ് ചെയ്യിപ്പിക്കും. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ ഡേറ്റ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്, നമുക്ക് നിയമം ഉണ്ടോ ഇല്ലയോ, നേരത്തെ ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ എല്ലാവരുടെയും ഒരുപാട് ഡേറ്റ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും അങ്ങനെയുള്ള ഈ ഇന്റർനെറ്റിലെല്ലാം നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ പലപ്പോഴും ഡേറ്റ കിട്ടാൻ. നമ്മുടെ ആധാർ അടക്കം എല്ലാത്തിലും ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഡേറ്റ നമ്മുടെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ബയോമെട്രിക് ഡേറ്റയും ഇമെയിലും ഫോൺ നമ്പറും എല്ലാ സാധനവും ഇപ്പം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ആക്ടിവിറ്റി അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതൊക്കെ വീഡിയോ ആണ് കാണുന്നത്, ഏതൊക്കെ വെബ്സൈറ്റിലാണ് പോകുന്നത്, എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്, നമ്മുടെ ഹാബിറ്റ് എന്താണ്, എപ്പോഴൊക്കെ വെബ്സൈറ്റ് ഓൺ ആക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആഡുകളും ടൈലേർഡ് ആയിട്ടുള്ള കണ്ടന്റ്സുമാണ് അൽഗോരിതം എല്ലാം നമുക്ക് തരുന്നത്. അപ്പൊ നമ്മുടെ മുഴുവൻ ഡേറ്റ ശരിക്കും ഇവർക്ക് അറിയാം. ഈവൻ വോയിസ് വരെ അവർ ഓവർ ഹിയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ഇങ്ങനെ വരുമ്പം ഈ ഡേറ്റ ഒരാളുടെ ഇവരെ വിശ്വസിച്ചാണ് നമ്മൾ ഈ ഡേറ്റ ഏൽപ്പിക്കുന്നത്. അവർ തന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അതല്ലാതെ ഈ ഡേറ്റ ഇവരുടെ കയ്യിൽ നിന്ന് പുറത്തു പോയാൽ എന്ത് ചെയ്യും, അതാണ് കാര്യം. അതായത് ഇവരുടെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ച് ഏൽപ്പിച്ച് ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ച ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡേറ്റ പുറത്തു പോയാൽ എന്താണ്, അതാണ് ഡേറ്റ ബ്രീച്ച്. അപ്പൊ ആ ഡേറ്റ ബ്രീച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളുടെ നിന്ന് മാത്രമല്ല, ഗവൺമെന്റ് കമ്പനികളുടെ നിന്നും ആവാം. ഗവൺമെന്റും ഒരുപാട് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ സിസ്റ്റംസും ഹാക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്തുനിന്നൊക്കെ ഡേറ്റ ബ്രീച്ച് വരാം. അപ്പൊ ഡേറ്റ ഹാക്ക് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ, അവരുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഈ ഡെബിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലീക്ക് ചെയ്തിട്ട്, ആ ലീക്ക് ചെയ്യുന്നവരുടെ പർപ്പസ് എന്താ, അവർ ചിലപ്പോൾ അത് മറിച്ച് വിൽക്കും, വേറെ ഒരു കമ്പനിക്ക് വിൽക്കും, അല്ലെ ഡാർക്ക് വെബിൽ പോയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ അതിനെയാണ് ഡേറ്റ ബ്രീച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വരുമ്പം പലപ്പോഴും അങ്ങനെ വരുമ്പം നമുക്ക് സിവിലായിട്ടുള്ള കോമ്പൻസേഷനും നമുക്ക് ചോദിക്കാൻ പറ്റും. സിവിൽ കോമ്പൻസേഷനും ഈ ഡേറ്റ ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ വരാം. ആ സിവിൽ കോമ്പൻസേഷൻ ആണ് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ടോർട്ട് എന്ന് പറഞ്ഞില്ലേ, സൈബർ ടോർട്ട് സെക്ഷൻ 43 സൈബർ ടോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ അത് ഡേറ്റ ബ്രീച്ച് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ആ ഒരു കാര്യമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ആലോചിക്കണേ. ഏതെങ്കിലും സെക്ഷൻസ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഇത് കഴിഞ്ഞ് വീണ്ടും പറയാം. എന്നാലും ഡേറ്റ ബ്രീച്ച് മനസ്സിലായില്ലേ, അതാണ് 17. ഇനി അടുത്ത് 18 എന്ന് പറഞ്ഞാൽ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ആണ്. ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, DOS, ക്യാപിറ്റൽ D, സ്മോൾ O, ക്യാപിറ്റൽ S. ഡിനയൽ ഓഫ് സർവീസ്. ഡിനയൽ ഓഫ് സർവീസ് കേട്ടിട്ടുണ്ടോ? ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ എനിക്ക് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ClearIS എന്ന വെബ്സൈറ്റിന്റെ പേര്. അപ്പൊ ഈ വെബ്സൈറ്റ് എന്റെ കോമ്പറ്റീറ്റേഴ്സിന് ചിലപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഇല്ലാന്ന് വിചാരിക്കാം. അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ചില ആൾക്കാരെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ വെബ്സൈറ്റിൽ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വെബ്സൈറ്റ് എടുക്കണം, വേറെ ഏതെങ്കിലും എക്സാമ്പിൾ എടുത്തു. ഇപ്പം ഫ്ലിപ്കാർട്ടോ ആമസോണോ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഫ്ലിപ്കാർട്ട് ഒരു ഓഫർ പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കുക, ഒരു എന്തെങ്കിലും ഒരു ദീപാവലി ഓഫറോ എന്തെങ്കിലും. അപ്പൊ ആ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് നോക്കിയിരിക്കുന്നത്. റാൻഡമായിട്ട് സാധനം വാങ്ങിക്കാത്ത ആൾക്കാരെ അവർക്ക് ആവശ്യമില്ല. സാധനം വാങ്ങിക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സാണ് അവരുടെ വെബ്സൈറ്റ് വരേണ്ടത്. എന്നാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതിന്റെ അറ്റാക്കേഴ്സ് ചിലപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ മലീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഈ വെബ്സൈറ്റിലേക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ജങ്ക് ട്രാഫിക്കിനെ ഡൈവേർട്ട് ചെയ്യും. ഒരുപാട് പേര് ആ വെബ്സൈറ്റ് ഒറ്റയടിക്ക് കയറി ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവരാരും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സും ആയിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ ജങ്ക് യൂസേഴ്സ്, മലീഷ്യസ് ആയിട്ടുള്ള യൂസേഴ്സ് ഒരേ സമയം ഒന്നിച്ച് ഈ സെർവർ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ സെർവറിൽ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള യൂസേഴ്സിന് അതിനകത്ത് ഒരു കണ്ടന്റ്സും ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവർക്ക് അവരുടെ സർവീസ് ഡിനൈ ചെയ്യപ്പെടും. അതാണ് ഡിനയൽ ഓഫ് സർവീസ്, DOS, ഡിനയൽ ഓഫ് സർവീസ്. ക്ലിയർ ആയോ? അതൊരു അറ്റാക്ക് ആണ്. ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ, ഒരേ സമയം കുറെ ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള റോബോട്ടുകളെയാണ് ബോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബോട്ടുകൾ ഉപയോഗിച്ചിട്ട് കുറെ ജങ്ക് വിസിറ്റേഴ്സിനെയോ അല്ലെങ്കിൽ അങ്ങനത്തെ സോഫ്റ്റ്വെയർസിനെ ക്രിയേറ്റ് ചെയ്ത് ഇവരുടെ സെർവറിലേക്ക് ഒരേ സമയം ഒത്തിരി എണ്ണം, മില്യൺസ് ഓഫ് ബോട്ട് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ, ജെനുവിൻ യൂസേഴ്സിന് ആ സൈറ്റോ സെർവറോ മൊബൈൽ ആപ്പോ എന്താണെന്ന് വെച്ചാൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
അപ്പൊ ഒരു ബാങ്കിന്റെ ഒക്കെ അങ്ങനത്തെ ഒരു സർവീസ് ഒരു ക്രിട്ടിക്കൽ ഡേയിൽ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്കിൽ നിന്ന് ആർക്കും ട്രാൻസാക്ഷൻ നടത്താൻ പറ്റത്തില്ല. അപ്പൊ DOS അറ്റാക്ക് പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നിങ്ങൾ ചില വെബ്സൈറ്റിൽ ഒക്കെ കയറുമ്പം ചിലപ്പം ക്ലൗഡ് ഫെയർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു അലേർട്ട് ചിലപ്പം കാണാം. നിങ്ങൾ ഹ്യൂമൻ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കും. ഇതിനകത്ത് ട്രാഫിക് ലൈറ്റിന്റെ പടം ക്ലിക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചോദിക്കും. അതായത് മനുഷ്യര് മാത്രം വന്നാൽ മതി, അല്ലാതെ സോഫ്റ്റ്വെയർ ഇത് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും ഹ്യൂമൻ ആണോ എന്ന് നോക്കുകയാണ്. ഈ DDoS അറ്റാക്ക് ഉണ്ടെന്ന് സംശയിക്കുന്ന സമയത്ത് ഹ്യൂമൻ ആണോ എന്ന് വെരിഫൈ ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് കയറ്റാനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നത്. അത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ 19ാമത്തെ സൈബർ ക്രൈം നോക്കാം. വെബ്സൈറ്റ് ഡീഫേസ്മെന്റ്. വെബ്സൈറ്റിന്റെ ഡീഫേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ കിട്ടും. ഒരു വെബ്സൈറ്റിന് ഒരു ഫേസ് ഉണ്ടാവില്ല, വെബ്സൈറ്റിന് ഒരു ലുക്ക് ഉണ്ട്, ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. ഹോം പേജ് ഇങ്ങനെ ആവണം, അകത്തെ പേജുകൾ ഇങ്ങനെ ആവണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ വെബ്സൈറ്റ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് ആ വെബ്സൈറ്റിന്റെ അകത്തെ കണ്ടന്റ്സ് എല്ലാം മാറ്റുക, വേറെ എന്തെങ്കിലും കാര്യം എഴുതി വെക്കുക. അപ്പം അതിനെയാണ് വെബ്സൈറ്റ് ഡീഫേസ്മെന്റ് എന്ന് പറയുന്നത്. വെബ്സൈറ്റിലെ കാര്യങ്ങൾ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കണ്ടന്റ് ഇടുന്നതാണ് വെബ്സൈറ്റ് ഡീഫേസ്മെന്റ്. അപ്പം അതിന് ഇപ്പം ചിലപ്പം ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള മെസ്സേജ് ആവാം, മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട മെസ്സേജ് ആവാം, അല്ലെങ്കിൽ ഒരു സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് കോമ്പറ്റീറ്റർ വെബ്സൈറ്റിന്റെ പേജിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊണ്ടുവയ്ക്കാം. അതെല്ലാം വെബ്സൈറ്റ് ഡീഫേസ്മെന്റ് ആണ്. ഒരു വെബ്സൈറ്റിന്റെ ഫേസിന് വരുത്തുന്ന മാറ്റങ്ങൾ ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ഡാമേജ് ചെയ്യാനാണ് നോക്കുന്നത്. അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒക്കെ വെബ്സൈറ്റുകളൊക്കെ ഹാക്ക് ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഇപ്പൊ ഇസ്രായേൽ പലസ്തീന്റെ അങ്ങനത്തെ വിഷയത്തിന്റെ സമയത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കാറുണ്ട്. അപ്പൊ അത് 19. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണേ, എല്ലാം ഇമ്പോർട്ടന്റ് ആയി പറഞ്ഞതില്ല, പക്ഷെ എന്നാലും ഈ അടുത്തൊന്ന് ശ്രദ്ധിച്ചോ, ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാം. അതിന്റെ പേര് സൈബർ സ്ക്വാറ്റിംഗ് എന്നാണ്. സൈബർ സ്ക്വാറ്റിംഗ് എന്ന് പറഞ്ഞാൽ സൈബർ CYBER സ്ക്വാറ്റിംഗ് SQUATTING സ്ക്വാറ്റിംഗ്, സൈബർ സ്ക്വാറ്റിംഗ്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. സൈബർ സ്കാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ പേരുകളുമായിട്ട് ബന്ധപ്പെട്ടാണേ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ Amazon.com, അതൊരു വെബ്സൈറ്റിന്റെ ഡൊമൈനിന്റെ പേരാണ്. Amazon.com, Amazon.in, അല്ലെങ്കിൽ Google.com, അല്ലെങ്കിൽ Clearize.com, ഇതെല്ലാം വെബ്സൈറ്റിന്റെ ഡൊമൈനിന്റെ പേരുകളാണ്. മനോരമ ഓൺലൈൻ.com അല്ലെ. അപ്പം ഇതാണ് ഒരു വെബ്സൈറ്റിന്റെ പേര്. ആ വെബ്സൈറ്റിന്റെ പേരെന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ബ്രാൻഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പം മനോരമ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ മനോരമ ആണ് എന്ന് നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ മനോരമയായിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെ. ആമസോൺ എന്നുള്ള കമ്പനിയുമായിട്ടാണ് Amazon.com എന്നുള്ള ഡൊമൈൻ കേൾക്കുമ്പോൾ നമുക്ക് പരിചയമാവുന്നത്, അല്ലെ. അപ്പം ഈ സൈബർ സ്ക്വാറ്റിംഗ് എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇവര് അപ്പൊ നമുക്ക് ഈ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വെബ്സൈറ്റിന്റെ ഡൊമൈൻ എടുത്തു കഴിയുമ്പം ഈ www എന്ന് ചിലപ്പം ആദ്യം എഴുതും, അത് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ അതിന്റെ മെയിൻ ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ആ ഡൊമൈൻ പേര് തന്നെ നിങ്ങൾ എടുത്തോ. ഇപ്പം Amazon.com, ആമസോൺ എന്നൊരു വാക്കുണ്ട്, അത് കഴിഞ്ഞൊരു .com എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. .com എന്നാ എക്സ്റ്റൻഷന്റെ പേര്. അപ്പൊ അതേപോലെ .com ഉണ്ടാവാം, .in ഉണ്ടാവാം, .org ഉണ്ടാവാം, .info ഉണ്ടാവാം. ഇപ്പൊ അങ്ങനത്തെ എക്സ്റ്റൻഷൻസിന് കൈ കണക്കില്ല. ഇഷ്ടംപോലെ എക്സ്റ്റൻഷൻ ഉണ്ട്, പല .store ഉണ്ട്, .tv ഉണ്ട്, എന്ത് വേണേ അങ്ങനെ കുറെ എക്സ്റ്റൻഷൻസ് ഉണ്ട്. അപ്പം ഈ സൈബർ സ്ക്വാറ്റ് ഇപ്പൊ നമുക്ക് ഒരു ബിസിനസ്സുകാർക്ക് നമ്മൾ അവരുടെ ചിലപ്പോൾ മിക്ക ബിസിനസ്സിന് ചിലപ്പോൾ .comോ .orgോ .info അങ്ങനെ ശരിക്കും ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഒരു വെബ്സൈറ്റല്ലേ ഉള്ളൂ, ഒരു വെബ്സൈറ്റിന് ഒരു ഡൊമൈൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ ചിലർ 1-2 കൂടെ വാങ്ങിച്ചു വെക്കും, കാര്യം അല്ലെങ്കിൽ വേറെ ഒരു കോമ്പറ്റീറ്റർ അത് പോയി വാങ്ങിക്കാതിരിക്കാൻ. പക്ഷെ ഈ കോമ്പറ്റീറ്റർ ഇത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്, ആ ഒരു ക്രൈമാണ് സൈബർ സ്ക്വാറ്റിംഗ് എന്ന് പറയുന്നത്. അവര് ഇപ്പൊ Amazon.com എന്നുള്ളത് ആമസോണിന്റെ മുതലാളിയുടെ ഇരിക്കാന്ന് വിചാരിക്കുക, Amazon.in വേറൊരാളെ വാങ്ങിക്കാന്ന് വിചാരിക്കുക. എന്നിട്ട് അവരൊരു പാരലൽ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ അതിനെ വിളിക്കുന്ന പേരാണ് സൈബർ സ്ക്വാറ്റിംഗ്. സൈബർ സ്ക്വാറ്റിംഗ് എന്ന് പറഞ്ഞാൽ someone registers a domain name similar to our domain name. നമ്മുടെ കമ്പനിയുടെ ഡൊമൈൻ നെയിമിന് സിമിലർ ആയിട്ട് ഡൊമൈൻ, അത് എക്സ്റ്റൻഷൻ മാറ്റിയിട്ടും ആവാം, അല്ലെങ്കിൽ ചെറിയ സ്പെല്ലിംഗ് മാറ്റിയാലും മതി. ഇപ്പൊ Amazon.com സ്പെല്ലിംഗ് AMAZON,
അതിന് വരെ am.com ഇട്ടാലും ചിലപ്പോൾ ആൾക്കാർ നമ്മൾ URL കയറി ചിലപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ തെറ്റും, കൃത്യമായിട്ടൊന്നും ആയിരിക്കത്തില്ല ടൈപ്പ് ചെയ്യുന്ന. ഇപ്പോഴൊക്കെ ഗൂഗിൾ ഇപ്പൊ ഇൻസ്റ്റന്റ് സെർച്ച് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് വരാറുണ്ട്. എന്നാൽ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. പഴയ കാലത്ത് എല്ലാവരും URL പോയി ടൈപ്പ് ചെയ്യായിരുന്നു ചെയ്യുന്നത്. അതേപോലെ ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആ വെബ്സൈറ്റിലേക്ക് പോകുന്നത്. അപ്പൊ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റുമ്പോൾ എന്ത് ചെയ്യും, ഈ മറ്റേ സൈബർ സ്ക്വാറ്റിംഗ് ചെയ്തവരുടെ വെബ്സൈറ്റിലേക്ക് എത്തും. അപ്പൊ അതൊരു സൈബർ ക്രൈമാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡിന്റെ സിമിലർ ആയിട്ടുള്ള ഡൊമൈൻ രജിസ്റ്റർ ചെയ്ത്, അവർ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ, അവർക്ക് ബിസിനസ് നടത്താനൊന്നും അല്ല മിക്കവാറും ഇത് വെച്ചിട്ട് വില പേശും ഈ സൈബർ സ്ക്വാറ്റിംഗ്. ഇപ്പൊ റീസെന്റ്ലിയും സൈബർ സ്ക്വാറ്റിംഗിന്റെ ഒരു എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം വാർത്തയിലുണ്ടായിരുന്നു. ഒരാൾ ജിയോ ഹോട്ട്സ്റ്റാർ എന്നുള്ള പേരിൽ ഒരു ഡൊമൈൻ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ജിയോയുമായിട്ട് അവരിപ്പം തർക്കത്തിൽ ഇരിക്കുക, ഒരു ഡിസ്പ്യൂട്ടിൽ ഇരിക്കുക. ഇയാള് എത്രയോ കോടി രൂപ തരാമെങ്കിൽ ഞാൻ ഈ ജിയോ ഹോട്ട്സ്റ്റാർ എന്നുള്ള ഡൊമൈൻ തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ ജിയോക്കാർ അതിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയമുണ്ട്. അത് സൈബർ സ്ക്വാറ്റിംഗ് ആണ്. ആ ബ്രാൻഡിനുമായിട്ടുള്ള ഡൊമൈൻ എടുത്തു വെക്കുക, പിന്നെ ബാർഗെയിൻ ചെയ്യുക. ചില ആൾക്കാർ കൊടുക്കും, ചിലർ കേസിന് പോകും. കേസിന് പോയി കഴിഞ്ഞാൽ അത് ക്രൈമാണ്. ആ ക്രൈം ആകുമ്പോൾ ചിലപ്പോൾ ആ രീതിയിലായിരിക്കും ആ കാര്യങ്ങൾ വരുന്നത്. സൈബർ സ്ക്വാറ്റിംഗ് ക്ലിയർ ആയോ? ഇത് പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ സൈബർ സ്ക്വാറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ടായിരുന്നു. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ സർ. ഇനി 21ാമത്തെ സൈബർ ക്രൈം. 21ാമത്തെ സൈബർ ക്രൈം ഫാമിംഗ് ആണ്. ഫാമിങ്ങിന്റെ സ്പെല്ലിംഗ് F അല്ല, P ആണ്. PHARMING ഫാമിംഗ്. PHARMING ഫാമിംഗ്. ഈ ഫാമിംഗ് എന്താന്ന് വെച്ചാല് നമ്മള് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റിന്റെ ഡൊമൈൻ നെയിം നമ്മൾ URL ബാറിൽ പോയി എൻ്റർ ചെയ്യും. ബ്രൗസർ എടുക്കും, നമ്മൾ ഗൂഗിൾ ക്രോമോ ഇന്റർനെറ്റ് എക്സ്പ്ലോററോ ഫയർഫോക്സോ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ ഒരു ബ്രേവ് എന്നുള്ള ബ്രൗസറോ എന്തെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് നമ്മൾ ആ വെബ്സൈറ്റിനോട് പോയി എൻ്റർ ചെയ്യും. ഞാൻ വീണ്ടും ആമസോണിന്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ആമസോണിലേക്ക് നമുക്ക് പോയി സാധനം വാങ്ങിക്കണം. നമ്മൾ എന്ത് ചെയ്യും, Amazon.com എന്ന് URL എൻ്റർ ചെയ്യും. നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ Amazon.comന്റെ ഒറിജിനൽ വെബ്സൈറ്റിൽ തന്നെ പോകുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പോവാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വെബ്സൈറ്റുകളുടെ എല്ലാം IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ 1.1.2.3 അങ്ങനെ ആയിരിക്കും. ഒരു 4 അക്കത്തിൽ ആയിരിക്കും, ഡോട്ട് ഇട്ടിട്ടായിരിക്കും IP അഡ്രസ് കിടക്കാം. അപ്പൊ ഈ IP അഡ്രസ് ടൈപ്പ് ചെയ്തിട്ടല്ല ആരും അതത് വെബ്സൈറ്റിലേക്ക് പോകുന്നത്. അപ്പൊ ക്ലിയറൈസിനാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു IP അഡ്രസ് ഉണ്ടാവാം. നമ്മുടെ കേരള ലോ അക്കാഡമി ആണെങ്കിൽ ലോ അക്കാഡമിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു IP അഡ്രസ് ഉണ്ട്. ഗൂഗിളിന് ഒരു IP അഡ്രസ് ഉണ്ട്. ആമസോണിന് ഒരു IP അഡ്രസ് ഉണ്ട്. സ്വിഗ്ഗിക്ക് ഒരു IP അഡ്രസ് ഉണ്ട്. സൊമാറ്റോയ്ക്ക് ഒരു IP അഡ്രസ് ഉണ്ട്. എല്ലാവർക്കും ഒരു IP അഡ്രസ് ഉണ്ട്. പക്ഷേ ഈ IP അഡ്രസ് ആർക്കും കാണാതെ ഓർത്തിരിക്കാൻ പറ്റില്ല. കാര്യം ഇത് കുറെ നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ആ നമ്പർ ആരും ഓർത്തിരുന്നിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ ഈ നമ്പർ അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ സൈറ്റ് വരും. ആ നമ്പർ ആർക്കും ഓർത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഡൊമൈൻ നെയിമുമായിട്ട് ആ നമ്പറിനെ ആ IP ലിങ്ക് ചെയ്യുന്നത്. ആ IP ലിങ്ക് ചെയ്യുന്ന സർവീസിനാണ് DNS എന്ന് പറയുന്നത്, ഡൊമൈൻ നെയിം സർവീസ്. അപ്പം ഈ DNS സർവീസസ് ചേരുന്ന ചില പ്രൊവൈഡേഴ്സ് ഉണ്ട്, DNS പ്രൊവൈഡേഴ്സ് എന്ന് പറയും. ആ DNS പ്രൊവൈഡേഴ്സ് ആണ് നമ്മൾ ഈ നമ്പർ അടിക്കുന്ന പരിപാടി ബന്ധപ്പാട് ഒഴിവാക്കിയിട്ട് ഈ ഡൊമൈൻ നെയിം മാത്രം ആൽഫബറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് IP റിസോൾവ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. പക്ഷേ ഈ ഹാക്കേഴ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ DNSനെ ഡാമേജ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു DNS അറ്റാക്ക് അങ്ങ് ചെയ്യും. DNS അറ്റാക്ക് ചെയ്യുമ്പം നമ്മൾ ആക്ച്വലി Amazon.com എന്ന് അടിക്കും. പക്ഷെ അതിന്റെ എത്തേണ്ട IPക്ക് പകരം വേറൊരു IP-ലേക്കായിരിക്കും എത്തുന്നത്. അത് DNS അറ്റാക്ക് ആണ്. ആ DNS അറ്റാക്ക് കഴിഞ്ഞ് നമ്മൾ ഡൊമൈൻ അടിച്ചു കഴിയുമ്പോൾ ഡൊമൈൻ നെയിം കറക്റ്റ് ആയിട്ട് അടിച്ചാലും എത്തുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. അതിനെയാണ് വിളിക്കുന്നത് ഫാമിംഗ് എന്ന്. PHARMING ഫാമിംഗ്. മനസ്സിലായി? ഇപ്പോൾ നമുക്കൊരു നമ്മളൊരു ബാങ്കിൽ പോയി ഒരു ട്രാൻസാക്ഷൻ നടത്തണം. നമ്മൾ ബാങ്കിന്റെ അഡ്രസ് അടിച്ചു, HDFCbank.com എന്ന് അടിച്ചു. പക്ഷേ എൻ്റർ ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പാകിസ്ഥാനിലുള്ള ഒരു ബാങ്കിലേക്കാണ്. ബാങ്കില്ല, ഒരാളുടെ അതിലെ ഒരു IP-ലേക്ക് പോയി. അത് ബാങ്കിന്റെ പോലെ തന്നെയുള്ള ലോഗോയും കളറും ഒക്കെ നമ്മൾ അറിയ പോലും ഇല്ല. മേളിൽ ഡൊമൈൻ നോക്കുമ്പോൾ ഡൊമൈൻ അത് തന്നെ ആയിരിക്കും. നമുക്കപ്പം നമ്മൾ പറ്റിക്കപ്പെട്ടെന്ന് അറിയ പോലും ഇല്ല. അപ്പൊ നമ്മൾ പറയും നമ്മൾ കറക്റ്റ് ഡൊമൈനിലാണ് അടിച്ചത്, നമ്മുടെ വെബ്സൈറ്റും അത് തന്നെ ആയിരിക്കും, പേര് പോലും മാറുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഫാമിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഫാമിംഗ് ഓക്കെ അല്ലേ? ക്രൈം എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞേക്കണം. ആ ക്രൈം എന്താണെന്ന്. ക്രൈം എന്ന് ഫാമിംഗ് എന്ന് പറയുന്നത് തന്നെ ക്രൈമാണ്. ഫാമിംഗ് എന്ന് പറഞ്ഞ ക്രൈമില് അതിനകത്ത് ബേസിക്കലി നടക്കുന്നത് അതിന് പലതരം ക്രൈം ആയിരിക്കും. ഇതിന്റെ ഫാമിംഗ് എന്നുള്ള ആസച്ച് ഒരു ക്രൈമാണ്. ഒരാള്
തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അതായത് DNS ചേഞ്ച് വരുത്തിയിട്ട് ഒരു ഡൊമൈൻ നെയിം അടിച്ചു കഴിഞ്ഞാൽ IP അഡ്രസ്സിലേക്ക് റിസോൾവ് ചെയ്യേണ്ടതിന് പകരം വേറൊരു IP അഡ്രസ്സിലേക്ക് റിസോൾവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ വെബ്സൈറ്റിന്റെ DNS ഒരു മാറ്റം വരുത്തിയല്ലോ. അപ്പൊ അത് ആസച്ച് ഒരു ക്രൈമാണ്. പക്ഷെ ഇതിന്റെ ഇതുവഴി നടക്കുന്നതും വേറെ ക്രൈം ആയിരിക്കാം. ആ ക്രൈം വഴി ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതുപോലെ ഫാമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂസർ ആ അടുത്ത വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ആ വെബ്സൈറ്റിൽ പോയി നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസും ക്രെഡൻഷ്യൽസും പാസ്വേഡും എല്ലാം അടിച്ചു കൊടുത്ത് കയറി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇന്നതാണ് ഇയാളുടെ കസ്റ്റമർ ID, ഇന്ന അക്കൗണ്ട് നമ്പർ ആണ്, ഇന്നതാണ് അയാളുടെ പാസ്വേഡ്. ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ആ ഡേറ്റ അവർക്ക് കിട്ടി കഴിയുമ്പോൾ അവർ വീണ്ടും ഒറിജിനൽ വെബ്സൈറ്റിൽ പോയിട്ട് ഈ സാധനം അങ്ങ് എടുക്കും, അവരുടെ കയ്യിൽ നിന്നുള്ള കാശ് എടുക്കും. അപ്പൊ അടുത്ത ക്രൈമായി. ബേസിക്കലി ഫാമിംഗ് എന്നുള്ളത് തന്നെ ക്രൈമാണ്. അങ്ങനെ ഒരു DNS അറ്റാക്ക് ചെയ്യുന്നത് ക്രൈമാണ്. പക്ഷെ അത് കഴിഞ്ഞ് സെക്കൻഡറി ക്രൈം അടുത്തത് വേറെ പുറകെ നടത്താൻ വേണ്ടിയാണ് ആദ്യത്തെ ക്രൈം ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇപ്പൊ ഒരാള് ഒരു വീട് തുറന്ന് കതവ് കുത്തിപ്പൊളിച്ചാൽ അത് തന്നെ ഒരു ക്രൈമാണ്. കതവ് തുറന്നിട്ട് ആ വീടിന്റെ അകത്തുനിന്ന് വേറെ സാധനം എടുത്താൽ അത് അടുത്ത ക്രൈമാണ്. സ്വർണ്ണം വല്ല എടുത്തുകൊണ്ട് പോയാൽ അത് വേറെ ക്രൈമാണ്. അതുപോലെയാണ് ഈ ഫാമിങ്ങിന്റെ കാര്യവും. ഫാമിംഗ് എന്നുള്ളത് തന്നെ ക്രൈമാണ്. പക്ഷെ ഫാമിങ്ങിന്റെ അടുത്ത ക്രൈം ബാക്കി നടക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ക്ലിയർ ആയോ? ശരി സാർ, ഡൊമൈൻ സർവീസ് പ്രൊവൈഡറുടെ ഭാഗത്തുനിന്ന് വരുന്ന ക്രൈമാണല്ലേ? അല്ല, ഡൊമൈൻ സർവീസ് പ്രൊവൈഡറുടെ ആവണമെന്നില്ല സാറേ. അതായത് DNS എന്നുള്ളൊരു DNS സർവീസ് പ്രൊവൈഡർ ഉണ്ട്, DNS തരുന്ന. ആ DNS സർവീസിനെ അറ്റാക്ക് ചെയ്യാണ് അവർ ആക്ച്വലി ചെയ്യുന്നതായിരിക്കില്ല. അവർ ഐഡിയലി കറക്റ്റ് ആയിട്ട് റിസോൾവ് ചെയ്ത രീതിയിൽ എല്ലാം സോഫ്റ്റ്വെയർ എല്ലാം കോൺഫിഗറേഷൻ ചെയ്ത് എല്ലാം കറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുമായിരിക്കും. ഈ അറ്റാക്ക് ചെയ്യുന്ന സൈബർ ക്രിമിനൽസ് ഈ DNS ചേഞ്ച് ചെയ്യും. DNS ചേഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള IP റിസോൾവ് ചെയ്യേണ്ടതിന് പകരം വേറൊരു IP റിസോൾവ് ആവും. അപ്പൊ അത് ഈ ക്രിമിനൽസ് ചെയ്യുന്ന കാര്യമാണ്. ഇവരായിട്ട് തന്നെ ചെയ്യുന്ന തട്ടിപ്പായിരിക്കണമെന്നില്ല. ക്രിമിനൽസ് അതിൽ DNS ചേഞ്ച് വരുത്താണ്. ആ DNSന്റെ സെർവറിൽ പോയി അറ്റാക്ക് ചെയ്തിട്ട് അവിടെ ചേഞ്ച് വരുത്താണ്. ഓക്കെ സാർ. നമുക്കിനി ഇപ്പം ഒരു 2-3 എണ്ണം കൂടെ ഉള്ളേ. അതിൽ അടുത്തത് 22ാമത്തത് ക്രിപ്റ്റോ ജാക്കിംഗ് ആണ്. ക്രിപ്റ്റോ ജാക്കിംഗ് ഇപ്പോഴത്തെ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്രിപ്റ്റോ ജാക്കിംഗ്. ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്കറിയാം, മൈൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സിൽ കൂടെയാണ് ഈ ക്രിപ്റ്റോ കറൻസി എടുക്കുന്നത്. ബിറ്റ് കോയിൻ അങ്ങനെയുള്ള ക്രിപ്റ്റോ കറൻസികളൊക്കെ മൈനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ കൂടെയാണ്. അതിന് കുറെ കമ്പ്യൂട്ടറുകളുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അങ്ങനത്തെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഈ മൈനിങ് എന്നുള്ള പ്രോസസ്സ് നടക്കുക. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ബേസിക്കലി മൈനിങ് നടക്കണമെങ്കിൽ കുറെ കമ്പ്യൂട്ടേഴ്സ് വേണം. അപ്പം വേൾഡിലെ ഒത്തിരി കമ്പ്യൂട്ടേഴ്സ് ഒരേപോലെ ഉപയോഗിച്ചിട്ടാണ് ഈ മൈനിങ് നടക്കുക. അപ്പൊ നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസി ഒന്നും ആവശ്യമില്ല എന്ന് വരിക. എനിക്കിപ്പോൾ ക്രിപ്റ്റോ കറൻസി ഒന്നും വേണ്ട, എന്റെ ലാപ്ടോപ്പ് അതിനുവേണ്ടി ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു തേർഡ് പാർട്ടി എന്ത് ചെയ്യുക, എന്റെ ലാപ്ടോപ്പ് ആക്സസ് ചെയ്തിട്ട് എന്റെ ലാപ്ടോപ്പിന്റെ CPU മറ്റ് പ്രോസസ്സറും എല്ലാം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് സ്ലോ ആവും, നമ്മുടെ വെബ്സൈറ്റ് എപ്പോഴും വർക്കിങ്ങിലായിരിക്കും. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിനെ ഹാക്ക് ചെയ്തിട്ട് അത് ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെ പറയുന്ന വാക്കാണ് ക്രിപ്റ്റോ ജാക്കിംഗ്. ക്രിപ്റ്റോ CRYPTO JACKING ക്രിപ്റ്റോ ജാക്കിംഗ്. അപ്പൊ അതും പലപ്പോഴും നമ്മൾ ഏതെങ്കിലും കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ പോകുമ്പോഴായിരിക്കും അങ്ങനെയുള്ളൊരു ആക്സസ് കിട്ടുക. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ആക്സസ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഹാക്കർക്ക് കിട്ടിയിട്ട് അവർ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റം ഉപയോഗിച്ച് നമ്മുടെ നോളജ് ഇല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് മൈനിങ് ചെയ്യുക. ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യുന്നതിനാണ് ക്രിപ്റ്റോ ജാക്കിംഗ് എന്ന് വിളിക്കുക. ഇനി അടുത്തത് 23ാമത്തത് ഓൺലൈൻ ഡ്രഗ് ട്രാഫിക്കിംഗ്. ഓൺലൈൻ ഡ്രഗ് ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട്, വെബ്സൈറ്റ് തന്നെ ഇപ്പം ഈ വെബ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ നോർമലി എല്ലാവരും ആക്സസ് ചെയ്യുന്ന, ഇപ്പൊ ഗൂഗിളിൽ കൂടെയോ അല്ലാതെയൊക്കെ പോയി ആക്സസ് ചെയ്യുന്ന നോർമൽ വെബ് അല്ലാതെ പിന്നെ ഡാർക്ക് വെബ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നോർമലി വെബ്സൈറ്റിൽ കൂടെ പോകുന്ന പോലെ അല്ലാതെ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് വേറെ പല കാര്യങ്ങളും ആക്സസ് ചെയ്യാം. അപ്പൊ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നോർമൽ വെബിൽ കൂടെയോ ഡാർക്ക് വെബിൽ കൂടെയോ പോയിട്ട് ഡ്രഗ്സ് ട്രാഫിക് ചെയ്യുന്ന കാര്യം ആണ് എന്താണ് ഓൺലൈൻ ഡ്രഗ് ട്രാഫിക്കിംഗ്. അപ്പൊ അത് ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ് വാങ്ങിക്കുക, വിൽക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഓൺലൈൻ ഡ്രഗ് ട്രാഫിക്കിംഗ്. അപ്പൊ അത് എന്ന് പറഞ്ഞ ഒരു വേറൊരു ക്രൈമാണ് അല്ലെ. അതായത് ഓഫ്ലൈനായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ അതിന് അവര് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ സൈബർ നെറ്റ്വർക്ക് യൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അതും സൈബർ ക്രൈമിന്റെ പരിധി വരും. ഡ്രഗ് ട്രാഫിക്കിംഗ്, ഓൺലൈൻ ഡ്രഗ് ട്രാഫിക്കിംഗ്. ഇനി ലാസ്റ്റിൽ ഈ വെബ്സൈറ്റിൽ എഴുതിയേക്കുന്ന ലാസ്റ്റിലത്തെ കാര്യമാണ് എസ്പിയോണൈജ്. എസ്പിയോണൈജ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പൈയിങ് ഒക്കെ പോലത്തെ ഒരു കാര്യമാണ് അല്ലെ. ചാരപ്രവൃത്തിയല്ലേ എസ്പിയോണൈജ് എന്ന് പറയുന്നത്.
എസ്പിയോണേജ് എന്ന് പറഞ്ഞാൽ എസ്പിയോണേജ് സ്പെല്ലിംഗ് പറയാം. ESPIONAGE എസ്പിയോണേജ്. എസ്പിയോണേജ് എന്ന് പറഞ്ഞാൽ ഒരു ചാരപ്രവൃത്തി പോലെയാണ്. അപ്പൊ അതിനകത്തൊരു സ്പൈയിങ് പോലെയാണ്. പക്ഷെ ബേസിക്കലി നടക്കുന്നത് പറഞ്ഞ ഒരു ഹാക്കർ ഒരു ഗവൺമെന്റ് വെബ്സൈറ്റോ ഒരു കോർപ്പറേറ്റ് വെബ്സൈറ്റോ ഹാക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്നുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ എടുത്ത് വേറെ ഒരാൾക്ക് കൊടുക്കും. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ മാത്രം അവർക്ക് മതി. അതിനുവേണ്ടിയാണ് വരുന്നത്. ചാരപ്രവൃത്തി പോലെയാണ്, എസ്പിയോണേജ് ആണ്. അപ്പൊ നമ്മുടെ എല്ലാ രാജ്യത്തിന്റെയും ചാരന്മാര് വേറെ ഓരോ സ്ഥലത്തുണ്ടാവില്ല. ഇപ്പൊ ഇസ്രായേലിന്റെ ചാരന്മാര് എല്ലാ സ്ഥലത്തും ഉണ്ടെന്നല്ലേ, പലസ്തീനിലും ലെബനോനിലും എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ ഇറാനിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എസ്പിയോണേജ് ആണ്. അപ്പൊ അതുപോലെ നമ്മുടെ കമ്പനിയുടെയോ അല്ലെ ഗവൺമെന്റിന്റെയോ ഡേറ്റ അകത്ത് കയറി ഹാക്ക് ചെയ്തിട്ട് ആ കോൺഫിഡൻഷ്യൽ ഡേറ്റ വേറെ ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് എസ്പിയോണേജ് എന്ന് പറയുന്നത്. അപ്പൊ ഹാക്കിങ്ങിന്റെ ഒരു വകഭേദമാണ് എസ്പിയോണേജ്. ഇപ്പൊ 24 സൈബർ ക്രൈം നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെയും സൈബർ ക്രൈമുകളുണ്ട്. ഇതിന് പുറത്തുള്ള സൈബർ ക്രൈമും SI ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സൈബർ ടെററിസം ക്വസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്, പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിനൊരു സെക്ഷനും ഉണ്ട് നമുക്ക് ഈ ആക്ടിന്റെ അകത്ത് പഠിക്കാനായിട്ടേ. ഈ സൈബർ ടെററിസം എന്നുള്ള വാക്കിനർത്ഥം എന്താ? അത് 25ാമത്തെ നമുക്ക് പഠിക്കാം. സൈബർ ടെററിസം നമ്മുടെ ഹാക്കിംഗ് ലിസ്റ്റ് പെടുത്തിയില്ല. ഇല്ല, ഹാക്കിംഗ് പെടുത്തിയില്ല. ഹാക്കിങ്ങിന്റെ വകഭേദങ്ങൾ പറഞ്ഞു. ഹാക്കിങ്ങും ക്രൈമാണ്. ഹാക്കിംഗ് നമുക്ക് 26ാമത്തെ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. നമ്മൾ ഫിഷിംഗ് ഒക്കെ പറഞ്ഞുള്ളൂ, ഹാക്കിംഗ് പറഞ്ഞില്ല. ഹാക്കിംഗ് ആ ഗവൺമെന്റിന്റെ സൈറ്റിൽ എഴുതിയിട്ടില്ലായിരുന്നു എന്നുള്ളേ ഉള്ളൂ. ഇതിനകത്ത് പലതിനകത്ത് ഹാക്കിംഗ് വന്നിട്ടുണ്ട്. പക്ഷെ ഹാക്കിംഗ് ഉറപ്പ് സാർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഹാക്കിംഗ് ഉറപ്പായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട. ഹാക്കിങ്ങിനും ഒരു സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 66 ഹാക്കിങ്ങിന്റെ സെക്ഷനെ. അപ്പം അത് നമുക്ക് സെക്ഷൻ എടുക്കുന്ന കൂട്ടത്തിൽ ഹാക്കിങ്ങും പറഞ്ഞു പോവാം. അപ്പം സൈബർ ടെററിസം നമുക്കൊന്ന് നോക്കാം. ഹാക്കിംഗ് എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പലതരത്തിലുള്ള ഹാക്കിംഗ് ഒക്കെ പഠിക്കണം. സൈബർ ടെററിസം എന്താണെന്ന് നോക്കാം. നമുക്ക് നോർമലി ഉള്ള ഒരു ടെററിസം എന്താണെന്ന് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയാലോ. ടെററിസം എന്നുള്ള വാക്കിനർത്ഥം എന്താ? ടെററിസം എന്നുള്ള വാക്ക് ടെറർ എന്നുള്ള വാക്കിനാ വരുന്നത്. ടെറർ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക അല്ലെ. അപ്പൊ ഈ ടെററിസ്റ്റുകൾ സാധാരണ ചെയ്യിപ്പിക്കുന്നത് പേടിപ്പിക്കുകയാ. നമ്മളിപ്പോ ഈ ടെററിസ്റ്റുകളും സാധാരണ പട്ടാളക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, സാധാരണ പട്ടാളക്കാർ മിലിറ്ററി ടു മിലിറ്ററി ആണ് സാധാരണ യുദ്ധം ചെയ്യുക. സിവിലിയൻസിനെ അവർ ആക്രമിക്കാറില്ല. ടെററിസ്റ്റുകൾ പക്ഷെ സാധാരണ ചെയ്യുന്ന സിവിലിയൻസിനെ ആക്രമിക്കും. അത് ഒത്തിരി പേരെയൊന്നും ആയിരിക്കണമെന്നില്ല. ഒറ്റയൊക്കെ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ അങ്ങനെയൊക്കെ ബോംബ് വെച്ചിട്ട് അവിടെ ഒരു പേടി ഉണ്ടാക്കാനാണ് നോക്കുക, ഒരു ടെറർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ടെററിസം. അപ്പൊ ഈ ടെററിസ്റ്റ് സൈബർ ടെററിസം എന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കണം. അവിടെ ടെറർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന സൈബർ കാര്യങ്ങൾ ഉപയോഗിച്ച് ടെറർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സൈബർ ടെററിസം. ആ സൈബർ ടെററിസം എങ്ങനെയാവാം? ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, ISRO, DRDO, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എയർപോർട്ടുകളോ റെയിൽവേ സ്റ്റേഷനുകളോ ബാങ്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളെ അറ്റാക്ക് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക് സിഗ്നലുകൾ എല്ലാം ഹാക്ക് ചെയ്താലും അതൊരു സൈബർ ടെററിസമാണ്. ആൾക്കാർ പേടിച്ചു പോകും, ആൾക്കാർക്ക് പേടിയായി പോകും. അപ്പൊ ഇതൊന്നും പിന്നെ ഉപയോഗിക്കില്ല. ആൾക്കാർ പേടിച്ചിട്ട് മാറി നിൽക്കും. അപ്പൊ അത് ഒരു ടെറർ വരുന്ന തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെയാണ് സൈബർ ടെററിസം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? സംശയമുണ്ടോ? ഇപ്പൊ നമ്മള് ശരിക്കും ഒരു 25 ആയി. സാറ് പറഞ്ഞ പോലെ ഹാക്കിങ്ങോട് കൂട്ടിയ 26 ക്രൈമായി. ഇതിൽ കൂടുതലും ക്രൈംസ് ഉണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം നമുക്ക് വേണം ഇവിടെ വെച്ച് ക്രൈമിന്റെ കാര്യങ്ങൾ നിർത്താം. ഇനി ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാം. അത് കഴിഞ്ഞ് നമുക്ക് ഇന്ന് കണ്ടിന്യൂ ചെയ്യണോ നാളെ കണ്ടിന്യൂ ചെയ്യണോ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ച് ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഈ സൈബർ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കൺസെപ്റ്റുകളാണ്, ഫണ്ടമെന്റൽ കൺസെപ്റ്റുകളാണ്. സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈബർ ലോകൾ എന്താണ്, ജൂറിസ്ഡിക്ഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. പിന്നെ കൊമേഴ്സിനെ പറ്റിയാണ് രണ്ടാമത്തെ മെയിൻ ടോപ്പിക്ക്. കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ കോൺട്രാക്റ്റുകളെ പറ്റിയും ഈ UN സിട്രാൽ മോഡൽ ഓഫ് ഇലക്ട്രോണിക് കോമേഴ്സ് അതും SI ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമാണ് രണ്ടാമത്തെ ടോപ്പിക്. കൊമേഴ്സ് ആണ് രണ്ടാമത്തെ ടോപ്പിക്ക്. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇഷ്യൂസ് ആണ്. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക സ്വത്ത്, അതായത് ഇപ്പൊ ഈ ഡൊമൈൻ പേരുകൾ എന്ന് പറഞ്ഞാൽ ഒരു IPRന്റെ പരിധി, ട്രേഡ് മാർക്കിന്റെ പരിധി വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ്, വീഡിയോ കണ്ടന്റോ ടെക്സ്റ്റ് കണ്ടന്റോ ഇമേജ് കണ്ടന്റോ അതെല്ലാം കോപ്പിറൈറ്റിന്റെ പരിധി വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, സെമി കണ്ടക്ടർ ലേഔട്ട് ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്
ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ ടോപ്പിക്. ഇതിനകത്തൊന്നും പ്രോബ്ലം ചോദിക്കാറുണ്ട്. അത് നമ്മൾ ഇന്ന് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തില്ല. ആ സൈബർ സ്ക്വാറ്റിങ്ങിന്റെ ആസ്പെക്ട് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. അപ്പൊ ഇതിനകത്തൊന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സൈബർ ക്രൈമുകൾ എന്താണ്, അതാണ് നമ്മൾ ശരിക്കും നാലാമത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത്. സൈബർ ക്രൈമിന്റെ അകത്ത് ക്രൈം എന്താണ്, അതിനകത്ത് ആക്ടസറിയ, മെൻസറിയ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പലതരത്തിലുള്ള സൈബർ ക്രൈമുകൾ, അതിനകത്ത് ഫ്രോഡ്, ഹാക്കിങ്, മിസ്ചീഫ്, ട്രസ്പാസ്, ഡിഫമേഷൻ, സ്റ്റോക്കിങ്, സ്പാം, ഒബ്സിനിറ്റി, പോണോഗ്രാഫി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സിലബസിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ സിലബസിൽ ഇത്രയും പറഞ്ഞിട്ടുള്ളെങ്കിലും ഇതിന് പുറമേ വരാം. നമ്മൾ ഇന്നിപ്പം ഡിഫമേഷൻ ഒന്നും എടുത്തില്ല. ഡിഫമേഷനും ഒക്കെ ഇതിന്റെ പാർട്ട് തന്നെയാണ്. ട്രസ്പാസ്, മിസ്ചീഫ്, ഫ്രോഡ് ഒക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്, സിലബസിൽ തന്നെ പറയുന്നുണ്ട്. അതെല്ലാം സൈബർ ക്രൈമുകളുടെ കൂടുതൽ. അതുകൂടെ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 30 മേളിൽ സൈബർ ക്രൈമുകളുണ്ട്, പലതരത്തിലുള്ള ക്രൈം വരുമ്പോൾ. അപ്പൊ അതിന്റെ സെക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. അത് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല, ജസ്റ്റ് ഓവർവ്യൂ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ പെനാൽറ്റീസ് ആണ് അവസാനത്തെ. ഈ ഓരോ കാര്യത്തിനുള്ള പെനാൽറ്റീസ്, അതിനകത്ത് ഇന്ത്യൻ പീനൽ കോഡിൽ എന്താണ്, എവിഡൻസ് ആക്ടിൽ എന്താണ് പറയുന്നത്, അതുപോലെ IT ആക്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്, പിന്നെ ഇതിന്റെ റെഗുലേഷൻസ് എന്തൊക്കെയാണ്, സൈബർ റെഗുലേഷൻ എന്താണ്, പിന്നെ ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ടിൽ എന്താണുള്ളത്, റിസർവ് ബാങ്ക് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്താണുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് തർക്കങ്ങൾ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അതായത് സിവിലായിട്ടുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ ആരെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, ക്രിമിനലായിട്ട് വരുവാണെങ്കിൽ ആരാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതിന്റെ അതോറിറ്റീസ് ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ നമ്മൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ള ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ആ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അത്യാവശ്യം അറിയണം. അതിന്റെ സർട്ടിഫൈങ് അതോറിറ്റികളെ പറ്റി പഠിക്കാനുണ്ട്. ആ സർട്ടിഫൈങ് അതോറിറ്റിയുടെ കൺട്രോളിങ് അതോറിറ്റിയെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള ഒരു ടോപ്പിക്, SIക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് അത്. അപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആൾക്കാരല്ലാതെ നമുക്ക് ഒരു ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നേരിട്ടായിരിക്കത്തില്ല പല കാര്യങ്ങളും ഏർപ്പെടുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോ ഫേസ്ബുക്കിൽ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്തു. അപ്പം ഗവൺമെന്റ് ഉണ്ടാവാം, ഫേസ്ബുക്ക് ഉണ്ട്, നമ്മളുണ്ട്. അപ്പൊ ഫേസ്ബുക്കിൽ ഒരാൾ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും വലിയ കാര്യങ്ങളോ രാജ്യദ്രോഹപരമായ കാര്യങ്ങളോ എന്തെങ്കിലും എഴുതിയിട്ടെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ വേറൊരാൾക്കെതിരെ ഡിഫമേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയിട്ടെന്ന് ഇരിക്കുക. അപ്പോൾ അത് ഫേസ്ബുക്ക് അതിന് ഉത്തരവാദിയാണോ അല്ലയോ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നമ്മൾ ജിയോ നെറ്റ്വർക്ക് വഴി ആയിരിക്കും ചിലപ്പോൾ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ജിയോ നെറ്റ്വർക്ക് അതിന് ഉത്തരവാദിയാണോ അല്ലയോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ഈ ഫേസ്ബുക്കോ ജിയോ നെറ്റ്വർക്കോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്റർമീഡിയറീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. സെക്ഷൻ 79 നമ്മുടെ IT ആക്ടിൽ ഇന്റർമീഡിയറീസിനെ പറ്റി വരുന്നത്. അപ്പൊ ഇന്റർമീഡിയറീസിന്റെ ലയബിലിറ്റിയെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം. അതും പ്രോബ്ലത്തിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ബേസിക്കായിട്ട് ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇന്ന് തന്നെ ഇതൊരു ഓവർവെൽമിങ് ആയോ, നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് തുടരണോ അതോ നാളെ വെക്കണോ? നിങ്ങളുടെ ഒരു ഇതുപോലെ കുറച്ചും കൂടെ എടുക്കാം. ബ്രേക്ക് എടുത്തിട്ട് തുടരാം. ബ്രേക്ക് എടുത്തിട്ട് കുറച്ചും കൂടെ നോക്കാം അല്ലെ, കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് നോക്കാം. 5 മിനിറ്റ് നമുക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓ ശരി. ഓക്കെ.